മർഡർ കേസ് മുന്നോട്ട് പോവില്ല, സാക്ഷി കൊടുക്കില്ല, അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യില്ല എന്നുള്ള കണ്ടീഷൻസ് ടേംസ് എഴുതാൻ പാടില്ല. മർഡർ ആണ് അതിന്റെ കോമ്പൻസേഷൻ ആണെങ്കിൽ കൂടിയിട്ട് അത് മാത്രം പറയാം, അത്ര കൊടുക്കാൻ എന്താണെന്ന് ബാക്കിയുള്ള പറയാൻ പാടില്ല. നോർമലി അത് സെറ്റിൽമെന്റിന് പറ്റുന്നതല്ല. പക്ഷേ ഇൻ കേസ് അപൂർവങ്ങൾക്ക് കോമ്പൻസേഷൻ ഇഷ്യൂ വരാണ് നിൽക്കുക. ഇപ്പോൾ ഉദാഹരണം ചിലപ്പോൾ ചില കോടതികളെങ്കിലും അങ്ങനെ കോമ്പൻസേഷനൊക്കെ പറയുന്നുണ്ട്. ഞാനതൊരു വളരെ ഹൈപ്പത്തിക്കറ്റിക്കായിട്ട് പറഞ്ഞ കാര്യമാണ് അത്. ഈ ഒരു ഇഷ്യൂ നോർമലി അത് മീഡിയേഷന് വന്നിട്ടില്ല. മീഡിയേഷന് കോമ്പൗണ്ടബിൾ കേസുകൾ മാത്രമേ വരാൻ പാടുള്ളൂ ക്രിമിനൽ കേസ് ആണെങ്കിൽ. ഇൻ കേസ് മറ്റേത് കോമ്പൗണ്ടബിൾ ആണ്, മണിയല്ലേ, ഫൈനോ മറ്റൊക്കെ അല്ലേ, അത് ഇന്നാൾ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ വയ്ക്കാം, സംസാരിക്കാം, കിട്ടിയെന്ന് റെക്കോർഡ് ചെയ്താൽ മതിയല്ലോ, അപ്പൊ ഇന്നത് പോവല്ലോ. അപ്പൊ അത് കിട്ടുന്നതിന്റെ ഭാഗമായിട്ട് വേറെ വല്ലതാവാം. പിന്നെ അതിനൊപ്പം തന്നെ എവിഡൻസ് മറ്റു കാര്യത്തില ഇനി വേറെ എന്തെങ്കിലും അതിനോടൊന്നിച്ച് വേറെ കേസ് ഉണ്ടെങ്കിൽ അതിന് ഏർപ്പാടാവില്ല, അതിന് എവിഡൻസ് കൊടുക്കില്ല, മുന്നോട്ട് നടത്തില്ല, അങ്ങനെ ഒന്നും പറയാൻ പാടില്ല. പറയാം സിവിൽ കേസുകൾ അല്ലെങ്കിൽ 130 കേസ് അതൊക്കെ സെറ്റിലായി ഇനിയും ബാക്കിയുള്ള കേസുകൾ മുന്നോട്ട് അത് പറയാം. അതായത് നോൺ കോമ്പൗണ്ടബിൾ ആയിട്ടുള്ള പീനൽ കേസുകളോ അല്ലെങ്കിൽ നിയമമൂലം നിരോധിച്ച ചില കാര്യങ്ങൾ സമ്മതിച്ചുകൊണ്ട് ഉള്ള സെറ്റിൽമെന്റ് ഇതൊന്നും വരാൻ പാടില്ല. കാരണം ദോസ് ആർ അഗൻസ്റ്റ് ദി പബ്ലിക് പോളിസി. അതാണ്. അതർവൈസ് നിങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ ചെയ്യാം. ഒരു സെറ്റിൽമെന്റ് അഗ്രിമെന്റ് നിങ്ങളുടെ മുന്നിൽ കോർട്ട് അനക്സ്ഡ് മീഡിയേഷൻ ആണെങ്കിൽ കോർട്ടിൽ നിന്ന് റെഫർ ചെയ്ത ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു കേസ് ആണെങ്കിൽ ഈ പാർട്ടീസ് തമ്മിലോ അല്ലെങ്കിൽ ഈ കേസിന്റെ സെറ്റിൽമെന്റിനെ സഹായിക്കുന്ന മറ്റ് കേസുകൾ നിലവിലുണ്ടെങ്കിൽ അതും കൂടി സെറ്റിൽ ചെയ്യേണ്ടി വേണ്ടതായിട്ടുണ്ടെങ്കിൽ അതുമോ അങ്ങനെ എല്ലാ കേസുകളും സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഫോറം ആയിരിക്കും ഒരു സിംഗിൾ റെഫറൻസിൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് കോർട്ട് അനക്സ്ഡ് മീഡിയേഷൻ ആണെങ്കിൽ നമ്മൾ ചോദിക്കും, ഇതല്ലാണ്ട് ഇനി വേറെ വല്ല കേസുകൾ വേറെ ഏതെങ്കിലും കോടതിയിൽ നിങ്ങൾ തമ്മിൽ നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനോട് അനുവദിച്ചു. യെസ് സർ, ഈ മാട്രിമോണിയൽ കേസുകളിൽ നമ്മൾ ക്രൂവൽറ്റി എല്ലാം ചാർജ് ചെയ്യുമല്ലോ ചില സമയത്ത്, ഡൊമസ്റ്റിക് വയലൻസ്, അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് ഈ മീഡിയേഷനിലേക്ക് വരുമ്പോ കോംപ്രമൈസ് ചെയ്ത് വിടാൻ പറ്റുമോ? അങ്ങനെ സ്യൂട്ട് ലിറ്റിഗേഷൻ പോവണ്ടെന്നൊരു ക്ലോസ്. അതെ those are not fit case for mediation because those are non-compoundable cases. പക്ഷേ നമ്മൾ ഇവിടെ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. വൈ? those cases are റിലേറ്റഡ് വിത്ത് ദ മാട്രിമോണിയൽ ഇഷ്യൂ ആണല്ലോ സർ. അതാ പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ ഈവൻ ദോ ദാറ്റ് ഇസ് നോട്ട് എ ഫിറ്റ് കേസ് ഫോർ മീഡിയേഷൻ, ഇൻഡയറക്റ്റ്ലി വി വിൽ മീഡിയേറ്റ് ഇറ്റ്. അതിനുള്ള പ്രൊസീജിയറും കൂടി പറഞ്ഞുതരാം. അത് നോർമലി ഹൈക്കോടതിയിൽ മാത്രമേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ലോവർ കോർട്ടിൽ നടന്നാലും ഹൈക്കോടതി വരും. ഹൈക്കോടതി വന്നിട്ട് നോൺ കോമ്പൗണ്ടബിൾ കേസ് ആണെങ്കിൽ കൂടിയിട്ട് ക്വാഷ് ചെയ്യാൻ കൊടുക്കാം. CRPC 482 CRPC കഴിഞ്ഞവരാണല്ലോ നിങ്ങൾ അല്ലേ? CRPC 482 എന്താന്ന് ഓർമ്മയുണ്ടോ? സെക്ഷൻ FIR ചെയ്യുന്ന പഠിച്ചതായിട്ട് ഓർമ്മയുണ്ട്, അല്ലാതെ വേറെ ഒന്നും കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നു. ഇൻഹറന്റ് പവർ ഓഫ് ദി ഹൈക്കോർട്ട് ഇൻ ക്രിമിനൽ ജുറിസ്ഡിക്ഷൻ ആണ് 482. മനസ്സിലായോ? CPCയിലെ ഇൻഹറന്റ് പവർ ഏതാ കോടതിയിലെ? 151 ആണ് 120 ആണ് 151. മനസ്സിലായോ? അപ്പൊ ഈ രണ്ട് പവറുകൾ ഉപയോഗിച്ചാണ് ഹൈക്കോടതി വളരെ 226 വൈഡ് പവറാണ്. ഈവൻ 32 ഉണ്ടല്ലോ സുപ്രീം കോടതിയുടെ പവർ, അതിനേക്കാളും വൈഡ് പവറാണ് 226. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിക്കാവുന്ന ഹൈക്കോടതിനാണ് സുപ്രീം കോടതിനേക്കാളും. മനസ്സിലായോ? അത്രയും വാസ്റ്റ് പവറാണ് ആർട്ടിക്കിൾ 226 ഹൈക്കോടതിനുള്ളത്. അതേമാതിരിയാണ് 482 ഇൻഹറന്റ് പവറാണ് ഹൈക്കോടതിന്. യുക്തമെന്ന് തോന്നുന്ന ഏത് വിധത്തിലുള്ള ക്രിമിനൽ മാറ്ററിന്റെ കൈകാര്യം ചെയ്യാം, റെക്കോർഡ് കോൾ ഫോർ ചെയ്യാം, ക്വാഷ് ചെയ്യാം, അങ്ങനെയുള്ള മിസലേനിയസ് പവറാണ് അത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ മാട്രിമോണിയൽ ഇഷ്യൂ ആണെങ്കിൽ ഒരു ഡൊമസ്റ്റിക് വയലൻസ് കേസ് നിൽക്കുകയാണെങ്കിൽ ആ കേസും കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ റിലേഷൻഷിപ്പ് റെസ്റ്റോർ ചെയ്യാൻ പറ്റില്ല മീഡിയേഷനിൽ. അപ്പോൾ ഒരു ഡിമാൻഡും അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടരുടെയും ഡിമാൻഡ് അതായിരിക്കും, ഈ കേസുകളൊക്കെ തീരുകയാണെങ്കിൽ ആ കേസുകളും തീരണം എന്ന്. അപ്പൊ മറ്റവർക്കും കേസ് കൊടുത്തവർക്കും അതുകൊണ്ട് ഒബ്ജക്ഷൻ ഉണ്ടാവില്ല. കാരണം
ബാക്കിയുള്ളതൊക്കെ എല്ലാം തീർന്നു, ചിലപ്പോൾ അവർ ഒരുമിച്ച് പോകാനാവും തീരുമാനിക്കുന്നത്. അപ്പം പിന്നെ ഒരു ബന്ധം കൂടുതൽ നല്ല രീതിയിലാക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അപ്പം റെസ്റ്റോറേഷൻ ഓഫ് റിലേഷൻഷിപ്പ് ആണ് വൺ ഓഫ് ദി എയിം ഓഫ് ദി മീഡിയേഷൻ. മനസ്സിലായോ? അത് ഫാമിലി റിലേഷൻസ് ആയാലും ശരി, ബിസിനസ് റിലേഷൻഷിപ്പ് ആയാലും ശരി, പാർട്ട്ണർഷിപ്പ് കമ്പനിയൊക്കെ ആയാലും റിലേഷൻഷിപ്പ് അതാണ്. പിന്നെ നൈബേഴ്സ് തമ്മിലുള്ള ഇഷ്യൂസ് ആയാലും അത് റിലേഷൻഷിപ്പ് റെസ്റ്റോർ ചെയ്യാന്നുള്ളതാണ്. പാർട്ടീഷൻ ആയാലും ബ്രദേഴ്സ് തമ്മിലുള്ള ബ്രദർ സിസ്റ്റർ അല്ലെങ്കിൽ പാരൻസ് ആൻഡ് ചിൽഡ്രൻ അങ്ങനെയുള്ള ഇഷ്യൂസാണ്. അപ്പോൾ ആ റെസ്റ്റോറേഷന് വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗങ്ങൾ ഉപയോഗിക്കാമോ അത് ഉപയോഗിക്കാം. ഇപ്പം നോർമലി ഇപ്പോൾ ഹൈക്കോർട്ട് ആ കേസിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ സെറ്റിൽമെൻറ്റ് എഗ്രിമെൻറ്റിൽ ഒരു ടേംസ് വയ്ക്കും. ഇങ്ങനെയാണ്, ഇതെല്ലാ കാര്യങ്ങളും തീർന്നു, അതുകൊണ്ട് രണ്ട് പാർട്ടിയും ഡൊമസ്റ്റിക് വയലൻസ് കേസ് ഹൈക്കോർട്ടിൽ കോഷ് ചെയ്യുന്നതിന് കൊടുക്കുന്ന പ്രൊസീഡിങ്സിൽ കോഷ് ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്ന് സമ്മതിക്കും. അതിന് ഐസ് അഫിഡവിറ്റും കൊടുക്കും. ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ തന്നു തീർന്നു, എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഫയൽ ചെയ്യുമ്പോൾ കോടതി ചോദ്യം ചെയ്തത് മാട്രിമോണിയൽ ഇഷ്യൂ ആണ്, ഇത് തീർന്നതാണോ അല്ലെങ്കിൽ തീർന്നാൽ റെസ്ട്രിക്ഷൻ ആവണോ അങ്ങനെയുള്ള ഇഷ്യൂ ആണെന്ന് കാണുമ്പോൾ കോടതി അത് കോഷ് ചെയ്യും. നോർമലി അല്ലെങ്കിൽ അത് കോഷ് ചെയ്യില്ല. അപ്പോൾ ഈ മീഡിയേഷനിലൂടെ മറ്റ് കേസുകൾ തീർന്നു എന്ന് പറഞ്ഞ കോടതി അപ്പോൾ അത് കോഷ് ചെയ്യാൻ കൊടുക്കും. അപ്പോൾ അതിന് ഇങ്ങനെയാണ് ഈ സെറ്റിൽമെൻറ്റ് കാര്യങ്ങളും ചിലപ്പോൾ പറഞ്ഞു വരും. അതല്ലെങ്കിൽ മറ്റൊരു മുന്നേ തന്നെ അഫിഡവിറ്റ് കൊടുക്കും, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോടതിക്ക് ഈസിയായി ചെയ്യും. അങ്ങനെയാണ് ചില കേസുകൾ മീഡിയേഷൻ സെറ്റിൽ ചെയ്യാൻ പാടില്ലെങ്കിൽ കൂടി ചെയ്യുന്നത്. അത് ഹൈക്കോടതി ആ ഇൻഹറന്റ് പവർ ഉപയോഗിച്ചാണ് കോഷ് ചെയ്യുന്നത്. ബിക്കോസ് ഫോർ ദി അതർ പർപ്പസ്, അതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ കോടതി കേട്ട് പറ്റുമെങ്കിൽ മാത്രമേ കോഷ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് ചെയ്യുന്നത് മാട്രിമോണിയൽ ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ സെറ്റിൽമെന്റ് എഗ്രിമെന്റിൽ നമ്മൾ അങ്ങനെയും കൂടി ചെയ്യും. ഇപ്പോൾ പിന്നെ അതേമാതിരി ചെയ്യുന്ന ഒരു കാര്യമാണ് ഫാമിലി കോർട്ട് ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ യാതൊരു കാരണവശാലും പാർട്ടീസ് തമ്മിൽ ഒത്തുപോകില്ല എന്നുള്ള അവസ്ഥ വരും. ഹസ്ബൻഡ് ആൻഡ് വൈഫ്, നോ അതർ വേ ദാൻ ഡൈവോഴ്സ് എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ പിന്നെ കോടതിയിലെ ജീവിതകാലം മുഴുവനും കണ്ടസ്റ്റ് ചെയ്ത് കേസ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ബാക്കി കണക്കുകളൊക്കെ പറഞ്ഞ് തീർത്ത് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ വയ്ക്കുന്നത് മ്യൂച്വൽ കൺസെന്റിൽ തീരാമെന്നുള്ളതായിരിക്കും. മ്യൂച്വൽ കൺസെന്റ് തീരാണെങ്കിൽ അവിടെ നമ്മൾ പ്രൊസീജിയർ സാറ്റിസ്ഫാക്ഷൻ വേണം രണ്ടുകൂട്ടരും. കാരണം മ്യൂച്വൽ കൺസെന്റ് തീരാന്നിട്ട് രണ്ടാളും കൺസെന്റിലോ ഒരാളുടെ കൺസെന്റ് കിട്ടിയില്ലെങ്കിലോ, കാരണം ഫസ്റ്റ് പെറ്റീഷൻ കൊടുത്ത് പിന്നെ 6 മാസം കഴിഞ്ഞിട്ടാണ് നോർമലി മ്യൂച്വൽ കൺസെന്റ് പെറ്റീഷൻ കേൾക്കുന്നത്. ഈ 6 മാസത്തിനുള്ളിൽ മറ്റാൾ വന്നിട്ട് കൺസെന്റ് തന്നില്ലെങ്കിലോ കോടതിക്ക് പിന്നെ ഡൈവേഴ്സ് കൊടുക്കണമെന്നില്ല. അപ്പൊ അവിടെ ഡിവോഴ്സ് കിട്ടത്തില്ല, കൊടുക്കാൻ പറ്റത്തില്ലെന്ന്, ഒരാളുടെ പെർമിഷൻ ഒരാളുടെ ഇത് പോരല്ലോ. അതെ, അപ്പൊ അവിടെ പ്രൊസീജിയർ സാറ്റിസ്ഫാക്ഷൻ ഒരു ഇഷ്യൂ വരും. തീരോ മറ്റാൾ വരുമോ കൺസെന്റ് തരുമോ എന്നുള്ളത്. അപ്പൊ അത് പ്രൊട്ടക്ട് ചെയ്യാവുന്ന ഡിഫാൾട്ട് ക്ലോസുകളോ ടേംസോ അതിൽ ഉണ്ടാവണം. നമ്മൾ അതുകൊണ്ട് ഈ പ്രൊസീജിയറൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പലപ്പോഴും ഡിഫാൾട്ട് ക്ലോസുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ടു എൻഫോഴ്സ് ദി കംപ്ലയൻസ്, ടു ഫോഴ്സ് ദി പാർട്ടി ടു കംപ്ലൈ വിത്ത് ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതിനുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഭംഗിയായി കണ്ടുപിടിക്കണം. ഇപ്പോൾ മണി ഡിസ്പ്യൂട്ട്സ് ഒക്കെയാണ്, മണി റിലേറ്റഡ് ഒരു ഫൈനാൻസ് റിലേറ്റഡ് ആണെങ്കിൽ പ്രോപ്പർട്ടിയോ സാലറിയോ മറ്റൊക്കെ ചാർജ് ആക്കുന്ന വിധത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കണം. കാരണം അത് കോർട്ട് ആൻഡ് എക്സൽ മീഡിയേഷനിൽ മാത്രമേ നടക്കുള്ളൂ. പ്രൈവറ്റ് മീഡിയേഷനിൽ നോർമലി പാടാണ്. ടേംസ് ഉണ്ടായാലും അത് വേറെ അവാർഡോ അതോ മറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തില്ലെങ്കിൽ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് മാത്രമായി നിൽക്കുന്നതുകൊണ്ടാണ് അത് പാടെന്ന് പറഞ്ഞത്. അതല്ല, ആ ടേംസ് ഉൾപ്പെടുത്തിട്ട് പിന്നെ അത് അറ്റാച്ച്മെന്റ് പോലെയാണോ? അറ്റാച്ച്മെന്റ് ആണോ? അത് കോർട്ട് ആൻഡ് എക്സൽ ആണെങ്കിൽ അറ്റാച്ച്മെന്റ് ആക്കാൻ പറ്റും. അറ്റാച്ച്മെന്റ് അല്ല, ചാർജ് ആക്കാൻ പറയും. ചാർജ് വേണമെങ്കിൽ ആക്കാം, ചാർജ് ആക്കി നിർത്താം. അറ്റാച്ച്മെന്റ് ആവണമെങ്കിൽ കോടതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റിൽമെന്റിന്റെ ബേസ് ആകുമ്പോൾ അത് അറ്റാച്ച്മെന്റ് ചെയ്യാൻ പറ്റില്ല, കോടതിക്ക് ചാർജ് ആക്കാനേ പറ്റുള്ളൂ. ചാർജ് എന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടിയിൽ ഒരു ബാധ്യതയായിട്ട് നിൽക്കും. അപ്പൊ ഈ ബാധ്യത തീർത്തില്ലെങ്കിൽ അവർക്ക് യാതൊരു ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. വിൽപ്പന നടക്കാനോ പ്ലഡ് ചെയ്യാനോ മോർഗേജ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. ആ എമൗണ്ടിനോട് കിട്ടാനുള്ളത് അതിനോടനുബന്ധിച്ചുള്ള ആ രീതിയിൽ അതിന് പറ്റത്തക്ക സെക്യൂരിറ്റി ഉള്ള പ്രോപ്പർട്ടികളോ മറ്റ് വിധത്തിലെ പ്രശ്നങ്ങളില്ലാത്ത പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സാലറി ആണെങ്കിൽ സാലറി, അല്ലെങ്കിൽ അതിന് ചില ഇപ്പോൾ റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സോ മറ്റു മണിയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ പാർട്ടീഷനൊക്കെ വേണ്ടാണെങ്കിൽ അത് ചെയ്യുന്ന ദിവസം കംപ്ലൈ ചെയ്യാൻ പറ്റും ആ ടേംസ്. കാരണം ഡൈവോഴ്സ് രണ്ടു കൂട്ടരും കിട്ടില്ല, ഒരാളെങ്കിലും അത് തരില്ല, ഇത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ പിന്നെ അയാൾ പാടിന് പോകും എന്നുള്ളതാണെങ്കിൽ
ആ ഡൈവേഴ്സ് കിട്ടുന്ന ദിവസം ഇത് മുഴുവൻ കൈമാറാന്നുള്ള ടേംസിൽ വയ്ക്കും. അതിന് വേണ്ട സെക്യൂരിറ്റികൾ വെറുതെ അങ്ങനെ വെച്ചിട്ട് കാര്യമില്ല. അതുവരെ ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടി കസ്റ്റഡിയിൽ ആ പ്രോപ്പർട്ടി വെക്കുകയോ അങ്ങനെ മറ്റു കാര്യങ്ങളിലേക്ക്, പ്രോപ്പർട്ടി ഇൻ ദ സെൻസ് ഗോൾഡോ മണിയൊക്കെ ആണെങ്കിൽ, അപ്പൊ അതിനുള്ള ആ രീതിയിൽ വെക്കണം. അല്ലാണ്ട് വെറുതെ എഴുതി വെച്ചാൽ പോരാ, സ്ട്രിക്റ്റ് കംപ്ലയിൻസ് വേണം. കാരണം ഇവരെ കയ്യിൽ തന്നെ വെച്ചാണെങ്കിൽ ആ ദിവസം ഇവർ കൊണ്ടുവന്നിട്ടേ പോയില്ലേ. കോടതി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോടതി ഓർഡർ ചെയ്തിട്ടേ ഇത് കൊടുക്കുള്ളൂ. ചൈനയിൽ മുന്നേ കൊടുക്കാൻ പറ്റില്ല, കാരണം കോടതി ഓർഡർ ചെയ്യുന്നുണ്ടില്ലെന്ന് അറിയില്ല. അപ്പൊ ആ രീതിയിലാണ് അതിന് നമ്മൾ പ്രൊവിഷൻസ് കണ്ട് ചെയ്യുന്നത്. അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതാണ് നമ്മൾ പ്രൊസീജിയർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് നോർമലി അത് ചെയ്യുന്നത്. പ്രൊസീജിയർ സാറ്റിസ്ഫാക്ഷൻ ആണ് എന്നത് തിയറി മാത്രമാണ്. പക്ഷെ അറ്റ് ദി സെയിം ടൈം കംപ്ലയൻസ് എക്സിക്യൂട്ടബിൾ ആവണം എന്നുള്ള തിയറിയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഡിഫാൾട്ട് ക്ലോസുകൾ വയ്ക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് സ്പെസിഫിക് ആയിരിക്കണം അതിൽ പറയുന്ന കാര്യങ്ങൾ. അംബിഗ്വിറ്റി ഉണ്ടാവാൻ പാടില്ല, പറയുന്നത് വ്യക്തമാവണം. പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എക്സ്റ്റെൻറ്റ്, ബൗണ്ടറീസ്, മറ്റു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിരിക്കണം. പാർട്ടീഷനൊക്കെ ആണെങ്കിൽ സ്കെച്ച് പ്ലാനൊക്കെ അത് സർവേയറോ അല്ലെങ്കിൽ അതേമാതിരി പ്രൈവറ്റ് സർവേയറോ ഒക്കെ ആയിട്ട് അളന്ന് വാങ്ങി ഈ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഭാഗമാക്കണം. അതിന്റെ റെക്കോർഡും കൂടി ആക്കണം. മനസ്സിലായ? ആ രീതിയിലാണ് ചെയ്യുന്നത്. ഇനി അതല്ല പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഡോക്യുമെന്റ് ഇതിന്റെ ഭാഗമാക്കാം. വല്ല പാർട്ടീഷനോ മറ്റൊക്കെ ആണെങ്കിൽ കൺവെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ. അതാണ് പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഡേറ്റുകൾ, മറ്റു കാര്യങ്ങൾ ആവുന്നതും രണ്ട് കൂട്ടരുടെ സാറ്റിസ്ഫാക്ഷനിലൂടെ വേണം ചെയ്യാൻ. രണ്ട് കൂട്ടരും വോളണ്ടറി ഉള്ള ഡിസിഷൻ ആയില്ലെങ്കിൽ വീണ്ടും മൾട്ടിപ്ലിസിറ്റി ഓഫ് സൂട്ട് വരും. ആ മൾട്ടിപ്ലിസിറ്റി ഓഫ് സൂട്ട് ഒഴിവാക്കുക എന്നുള്ള സെറ്റിൽമെന്റ് ലാസ്റ്റ് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അതാണ് ലാസ്റ്റ് ചെയ്യണത്. അതല്ല കുറെ ആളെത്തുമ്പോൾ വീണ്ടും അതിനോടനുബന്ധിച്ച് വേറെ കേസുകൾ ഉണ്ടാവാനുള്ള പഴുതുകൾ ഉണ്ടാവാൻ പാടില്ല. അതാണ് മീഡിയേറ്റർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കും ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരാള് മെയിൻ്റനൻസ് കേസാന്ന് നിൽക്കാം, സമ്മതിക്കാണ്, ഞാൻ മാസം വെച്ച് 10,000 രൂപ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ പാർട്ടീസിനോ അല്ലെങ്കിൽ മീഡിയേറ്ററോ ചോദിക്കണം, ഈ 10,000 അല്ലെങ്കിൽ മാസം 50,000 എന്നൊക്കെ പറഞ്ഞാൽ ഇത്തരം രൂപ വിത്തൗട്ട് ഡിഫോൾട്ട് മന്ത്ലി കൊടുക്കാനുള്ള റവന്യൂ അല്ലെ ഇൻകം ഈ എഗ്രി ചെയ്ത ആൾക്കുണ്ടോ എന്ന് നോക്കണം. അല്ലാണ്ട് അതിന് വാങ്ങാനുള്ള അർഹത ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇൻ കേസ് ഏതെങ്കിലും മാസത്തെ ഡിഫോൾട്ട് വന്നാൽ എന്ത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായ? അതുകൊണ്ട് ആവുന്നതും അങ്ങനെയൊക്കെ ചിലപ്പോൾ ബൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ വാങ്ങിയിട്ടും തീർക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ലിറ്റിഗേഷനിലോട്ട് പോകണം. അപ്പോൾ അതൊക്കെ വൺ ടൈം സെറ്റിൽമെന്റ് ആയിട്ടാണ് പലവും ചെയ്യുന്നത്. ബൾക്ക് എമൗണ്ടോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ. അതാണ് സെറ്റിൽമെന്റ് എഗ്രിമെന്റിൽ പിന്നെ ചെയ്യുന്നത്. പിന്നെ സ്പെസിഫിക് ടേംസ്, ഡേറ്റ്, ടൈം. ഇപ്പോൾ കൊച്ചാണെങ്കിൽ കുട്ടികളുടെ കസ്റ്റഡി ഒക്കെ ആണെങ്കിൽ എവിടെ വെച്ച് എപ്പോൾ കൊടുക്കണം, എവിടെ വെച്ച് എപ്പോൾ തിരിച്ചു കൊണ്ടുവരണം, എന്തെല്ലാം കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ പറയാം. അല്ലെങ്കിൽ അത് അംബിഗറ്റി ഉണ്ടാവും. ഇത്ര ദിവസം കൈമാറണം എന്നൊക്കെ പറയും, തിരിച്ചു കൊണ്ടുവരേണ്ട കാര്യങ്ങൾ പറഞ്ഞില്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കംപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ സാർ ഒരു സംശയമുണ്ട്, സാർ ഒരു ഡൗട്ട് വീഡിയോ സാർ, എൻ്റെ ഒരു ഡൗട്ട് ആണ്, നമ്മൾ ഈ മീഡിയേഷനിൽ കൂടെ സിംഗിൾ ടൈം സെറ്റിൽമെന്റ് ആണോ അതോ ഇങ്ങനെ ഇപ്പൊ മന്ത്ലി ആയിട്ട് ഇന്ന് തന്നേക്കാം ആ രീതിയിലുള്ള സെറ്റിൽമെന്റ് ആണോ പറയുക, അതോ സിംഗിൾ ടൈം സെറ്റിൽമെന്റ് ആണോ പറയുക? സിംഗിൾ ടൈം അല്ല, അത് മറ്റേ രീതി തന്നെ പറയുള്ളൂ, മന്ത്ലി തന്നെ പറയുള്ളൂ. കാരണം എന്ന് വെച്ചാല് നമ്മൾ കുറെ വേണ്ടി നിയമങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കണം കോട്ടൺ നെക്സ്റ്റ് ആകുമ്പോൾ. കാരണം മെയിൻ്റനൻസിനും കസ്റ്റഡി ഒക്കെ ഉണ്ടല്ലോ, അതിന് എന്ത് കോടതി ഓർഡർ ഉണ്ടെങ്കിലും അതിന് ഫൈനൽ ഓർഡർ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസ്. അത് എപ്പോൾ വേണമെങ്കിലും ആ ഫൈനൽ വിധിയെ പോലും മാറ്റാൻ വേണ്ടി പാർട്ടിക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം. മനസ്സിലായി? ഇപ്പോൾ മെയിൻ്റനൻസ് ആണ്, നിങ്ങൾ അന്നത്തെ അവസ്ഥ വെച്ചിട്ട് അന്ന് കുട്ടി LKG ആണ് അല്ലെങ്കിൽ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അന്നത്തെ ആരാണോ മെയിൻ്റനൻസ് കൊടുക്കാൻ അയാളുടെ ഇൻകം ചില ബോത്ത് പാരന്റ്സ് ആൻഡ് ലൈബിൾ ഫോർ മെയിൻ്റനൻസ് എന്ന് അറിയാലോ, ഭാര്യയായാലും ഭർത്താവായാലും. അപ്പൊ അന്നത്തെ അവരുടെ ഇൻകം വെച്ചും അന്നത്തെ ആ കുട്ടിയുടെ എക്സ്പെൻസ് വെച്ചുകൊണ്ട് മാത്രമായിരിക്കും
അന്ന് ഓർഡർ ഇട്ടത്. പിന്നെ ചേഞ്ച് സാഹചര്യങ്ങൾ വരാം, കുട്ടിക്ക് എക്സ്പെൻഡിച്ചർ കൂടി, ഇങ്ങോർക്ക് ഇൻകം കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരാം. അല്ലെങ്കിൽ തിരിച്ചു ആവാം, ഇങ്ങോരുടെ ശമ്പളം കുറഞ്ഞ, അല്ലെങ്കിൽ ഏണിംഗ് കപ്പാസിറ്റി പോയി. മനസ്സിലായ? അപ്പൊ പിന്നെ ഈ പറഞ്ഞ മാതിരി ഇത്ര കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങോർക്ക് ചെയ്യാം, റിഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് മെയിൻ്റനൻസ് കേസ് പിന്നെ കസ്റ്റഡി ഇതാണ്. അപ്പോഴത്തെ അനുസരിച്ച് ഇന്നേഴ്സ് ഇന്നത് കൊണ്ടോ അങ്ങനെയൊക്കെ പറയാം. അതും പറ്റി കുട്ടിക്ക് അസുഖം വന്നു, ഇനി അങ്ങോട്ടും കൈമാറാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുടെ വീട്ടില് ഒരാളും ഹെൽപ്പ് ചെയ്യുന്ന ആളുടെ നിന്ന് പോയി, അപ്പൊ അയാൾക്ക് കസ്റ്റഡി എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾ മെന്റൽ പേഷ്യന്റ് ആയി, അങ്ങനെ വരുമ്പോ അപ്പൊ ആ ഫൈനൽ ഓർഡർ ചേഞ്ച് ചെയ്യാൻ കോടതിയിൽ പോകാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഫൈനലല്ല. അത് നിങ്ങൾ എത്ര സെറ്റിൽ ചെയ്താലും അത് വീണ്ടും അത് ലാസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതായത് ബാക്കിയുള്ളതിലൊക്കെ ലാസ്റ്റിംഗ് ആയി പോകും. അതുകൊണ്ടാണ് വീഡിയോ സെറ്റിൽമെന്റിൽ ഈ കസ്റ്റഡി അത് ഇതിലൊക്കെ ആൾക്കാർ വിളമ്പ് ഞങ്ങൾ എന്തിനാ വിളമ്പിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇവിടെ പറഞ്ഞാലും അവർക്ക് വീണ്ടും പോവാം. മനസ്സിലായ? അപ്പൊ ആ കാര്യങ്ങളിൽ നമ്മൾ അത് മനസ്സിലാക്കണം, ഇങ്ങനെയാണെന്ന് പറയാ. ഫോർ ദ ടൈമിങ് നടക്കും. പിന്നെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കോടതി പോയി ചേഞ്ച് ആവും. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ബലം പിടിച്ചിട്ട് കാര്യമില്ല എന്ന് തന്നെ പറയാം. ഇപ്പൊ സാഹചര്യത്തിൽ എന്താ വെച്ചാൽ അത് തീർക്കാൻ പറയാം. അതാണ് സംഗതി. പിന്നെ ചില മാറ്റേഴ്സ് കമ്പനി വൈൻഡിങ് അപ്പ് ആണെന്ന് വയ്ക്കാം. വൈൻഡിങ് അപ്പ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ ഫിറ്റ് കേസ് ഫോർ, കാരണം വൈൻഡിങ് അപ്പ് എപ്പോഴും കോടതി വഴിയെ നടത്താൻ പറ്റുള്ളൂ. ഇതൊന്നും അറിയാത്തവര് വൈൻഡിങ് അപ്പ് എടുത്ത് വോളണ്ടറി ഇല്ല സർ, ത്രൂ ട്രിബ്യൂണലും ഉണ്ട്, വോളണ്ടറി ഉണ്ടല്ലോ വൈൻഡിങ് അപ്പ് കമ്പനിയുടെ. അതെ, അല്ല സോറി, വൈൻഡിങ് അപ്പ് ലിക്വിഡേഷൻ സോറി, ലിക്വിഡേഷൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഈ രണ്ട് പാർട്ടികൾ നമുക്കൊന്ന് ലിക്വിഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിരുന്ന് അസറ്റ് ലയബിലിറ്റി തീരുമാനിച്ച്, കാരണം അതിലൊക്കെ പബ്ലിക് ഇഷ്യൂസ് ഉണ്ടാവണാണ്. അവർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ കോടതിക്ക് മാത്രം, അവർ ചിലപ്പോഴും ഉണ്ടാവണം, അവർ ചിലപ്പോഴും പാർട്ടി അറിയിച്ചിട്ടുണ്ടാവില്ല. മനസ്സിലായ? അപ്പൊ ഇവര് തമ്മിൽ എഗ്രിമെന്റ് നോട്ട് ലീഗലി ദാറ്റ് ഇസ് നോട്ട് എ പ്രോപ്പർ വേ ഓഫ് ഡൂയിങ് തിങ്സ്. അപ്പൊ അത് ദാറ്റ് ഇസ് നോട്ട് എ ഫിറ്റ് കേസ്. അപ്പൊ അതുകൊണ്ട് ഈവൻ കോടതിയിലുള്ളതാണെങ്കിലും അത് റെഫർ ചെയ്യില്ല. അതാണ് പറഞ്ഞത്. അതിനകത്ത് ഫേമിന്റെ ആണെങ്കിൽ ആവാം, കാരണം പബ്ലിക് ഇഷ്യൂസ് ഇല്ല, പാർട്ട്നേഴ്സ് തമ്മിലുള്ളതാണ്, അത് വേണമെങ്കിൽ ആവാം. ഫേമിന്റെ ഡെസൊല്യൂഷൻ അങ്ങനെയാണ്. പിന്നെ വരുന്നത് മൈനേഴ്സിന്റെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ മീഡിയേഷൻ വെക്കാൻ പറ്റില്ല നോർമലി. അത് മീഡിയേഷൻ വേണമെങ്കിൽ തന്നെ ഡിസ്ട്രിക്ട് കോർട്ടിൽ കൊടുത്ത് നെക്സ്റ്റ് ഫ്രണ്ടായി അപ്പോയിന്റ് ചെയ്ത് ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം ഒരാൾക്ക് വാങ്ങിയ ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നോർമലി മൈനേഴ്സിന്റെ ഇൻട്രസ്റ്റ് ഡിസ്പ്യൂട്ടിൽ ഇൻവോൾവ് ആണെങ്കിൽ അത് മീഡിയേഷൻ ചെയ്യാൻ പറ്റില്ല, സെറ്റിൽമെന്റ് എഗ്രിമെന്റ് എഴുതാൻ പാടില്ല. അങ്ങനെ എന്നാൽ ആ സെറ്റിൽമെന്റ് എഗ്രിമെന്റിന് വാലിഡിറ്റി ഇല്ല, അത് കോടതി കോഷ ചെയ്യും. പിന്നെ വരുന്നത് ഇൻസൈൻ പേഴ്സൺസ് ആണെന്നിരിക്കാം, മെന്റൽ റിട്ടാർഡ് പേഴ്സൺസ്, ഇവരൊക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്ന ഇലക്ഷൻ പെറ്റീഷൻസ് ഒന്നും എന്ത് കംപ്ലൈന്റ് ആയാലും രണ്ട് പാർട്ടീസിനും കോംപ്രമൈസ് പെറ്റീഷൻ പറ്റില്ല. ചില കാര്യങ്ങൾ ചിലർ എവിഡൻസ് എടുത്ത് തീരുമാനം എടുക്കേണ്ട ഉണ്ട്, സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്, അത് മീഡിയേഷൻ വയ്ക്കാൻ പാടില്ല, തീർക്കാൻ പാടില്ല. അതാണ് അതിന്റെ ക്രൈറ്റീരിയ ചിലതിന്റെ. ഇത്രയാണ് സെറ്റിൽമെന്റ് പറയാം. ഇനി വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ സെറ്റിൽമെന്റില്? ആർക്കെങ്കിലും സെറ്റിൽമെന്റിനെ കുറിച്ച് വേറെ സംശയം ഉണ്ടോ? അല്ല സാർ, ഇപ്പൊ പെർമനന്റ് സെറ്റിൽമെന്റ് ആണെങ്കിലേ മെയിന്റനൻസിന്റെ കാര്യങ്ങളില്, അപ്പൊ ഇപ്പൊ പാർട്ടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ലല്ലോ സാർ. ഇപ്പൊ ഒരു പാർട്ടി പറയാണ് ഞാൻ പെർമനന്റ് സെറ്റിൽമെന്റ് മീൻസ് അലിമണി കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുവാണെങ്കിൽ പിന്നെ അത് പ്രശ്നമല്ലല്ലോ സാർ. പെർമനന്റ് ആയിട്ടാണെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാലോ. അങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കേസിലൊന്നും പിന്നെ രണ്ടാമത് ഫാമിലി കോർട്ടിലോ മറ്റോ കൂടുതൽ വേണമെന്നിട്ട് പോകുന്നില്ല. മനസ്സിലായ? പെർമനന്റ് ആയിട്ട് ആണ് എപ്പോഴും അതിനൊക്കെ നല്ലത്. ഓക്കെ. ഇനിയിപ്പോ തിയറിയിൽ വല്ലതും ഉണ്ട്? അപ്പൊ നമ്മൾ ഇന്നത്തോടെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ വേറെ അധികം പറയാനില്ല, നമ്മളൊക്കെ ഒരുവിധം കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ സാർ, ഓക്കെ. പിന്നെ നീ കഴിഞ്ഞ സബ്ജക്റ്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? നമുക്ക് റോൾ പ്ലേ ആരെങ്കിലും നോക്കിയോ? എന്റെ റോൾ പ്ലേ സിമുലേഷൻ അതിൽ വല്ല സംശയം ഉണ്ടോ? ആരെങ്കിലും
ടോപ്പിക് സാർ തന്നെയാണോ തരുന്നത് അതോ അതെങ്ങനെയാണെന്ന് ഡിസൈഡ് ചെയ്യും? ടോപ്പിക് ഓരോ ആൾക്കാർ നിങ്ങൾ എന്നെ എടുത്ത് നിങ്ങൾ എന്നെ മീഡിയേറ്റർ ആയിക്കോട്ടെ. മുന്നൊക്കെ ഞാൻ മീഡിയേറ്റർ ഞാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. നിങ്ങൾ കഥ കൊണ്ടുവരും, റോളൊക്കെ എടുത്താലും മീഡിയേറ്റർ ആരാവണമെന്ന് ഞാൻ പറയുമായിരുന്നു. ഇനി അത് വേണ്ട, മീഡിയേറ്റർ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തത്. കാരണം ഞാൻ എപ്പോഴും വേണ്ടും മീഡിയേറ്റർ ഓരോ റോളും എല്ലാവരോടും ഞാൻ അസൈൻ ചെയ്യും ആ നേരത്തെ. അതുകൊണ്ട് ഇപ്പം മീഡിയേറ്റർ ആരായാലും പ്രശ്നമില്ല. എന്നാൽ ആരും എപ്പോഴാണെങ്കിലും ചില മീഡിയേറ്റർ റോള് ഞാൻ ചെയ്യാൻ പറയും. മനസ്സിലായി? അപ്പം നിങ്ങളെപ്പോഴും 2 റോളാണ് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുന്ന. നിങ്ങളുടെ ഇൻഡിവിജ്വൽ റോള് കൂടാതെ എല്ലാവരും മീഡിയേറ്ററെ ഫുൾ ആ കേസിലുള്ള ഒരു നിങ്ങൾ എപ്പോൾ ആണെങ്കിലും മീഡിയേറ്റർ ആവാൻ റെഡി ആയിരിക്കും. ഓരോ സ്റ്റേജും ചിലപ്പോൾ ഇതിപ്പോൾ ആസ് എ യു ആർ എ മീഡിയേറ്റർ യു ഡു ദിസ് സ്റ്റേജ് എന്ന് ഞാൻ ചിലപ്പോൾ പറയും. നമ്മളിപ്പോൾ എത്ര സ്റ്റേജാണ് ഉള്ളത് മീഡിയേഷനിൽ? 5 stages. ഫസ്റ്റ് വരുന്നത് ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ്, സ്റ്റേജ് ഓഫ് മീഡിയേറ്റർ, മീഡിയേറ്ററിന്റെ, then പിന്നെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് പാർട്ടീസ്. പാർട്ടി. അതിലാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത്. തേർഡ് സ്റ്റേജ് അജണ്ട സെറ്റിംഗ്. ഫോർത്ത് സ്റ്റേജ് വേറെ ആരും ഇല്ലേ നിങ്ങളുടെ ഇത്ര ആൾക്കാരില്? രമേശ് രാജ, നെഗോഷിയേഷൻ. അത് ഫോർത്ത് അല്ലേ? അത് ഫോർത്ത്. സെറ്റിൽമെന്റ് സ്റ്റേജ്. സെറ്റിൽമെന്റ്. ഓക്കെ, ഞാനിപ്പോ ചിലപ്പോ ഇന്നിപ്പോ നിർത്താൻ പോവാണ്. കാരണം ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർ ഞങ്ങളുടെ ഹലോ സർ, റോൾ പ്ലേക്ക് നമ്മളിപ്പോ 7 പേരുണ്ടല്ലോ സർ. അപ്പോ നമ്മള് 7 പേരും ഇതുമായിട്ട് എല്ലാം റെഡി ആയിട്ട് മീൻസ് പ്രോബ്ലം കൊണ്ടുവരുവാണെങ്കിൽ സർ ആണോ ആ സമയത്ത് പറയുന്നത് ആരാണ് ഈ പാർട്ടിയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്കത് ഡിസൈഡ് ചെയ്തിട്ട് വരാവോ സർ? ഞാനതാ പറയുന്നേ, നിങ്ങളിൽ എല്ലാവരും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ആര് ഒബ്സർവർ ആവണം, ആര് മീഡിയേറ്റർ ആവണം, ആര് ഏതെല്ലാം റോളിലിരിക്കണം, അത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് റോളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോയറിനെ വെക്കാം, റോള് മറ്റൊരു ആ രീതി ചെയ്യാം. പക്ഷെ എല്ലാ റോളുകളും ഓരോരുത്തരോട് അതിനനുസരിച്ച് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ചിലപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മീഡിയേറ്റർ ആയിട്ട് ചില സ്റ്റേജുകൾ ചെയ്ത് കാണിക്കാനും പറയും. മനസ്സിലായി? ഉദാഹരണം ഞാൻ പറയാം. മീഡിയേറ്ററുടെ ഇപ്പം പാർട്ടി സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ് ഓപ്പോസിറ്റ് പാർട്ടിയുടെ റീസ്റ്റേറ്റ്മെന്റ് മീഡിയേറ്റർ പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ ആരെങ്കിലും നിങ്ങൾ ഒരാളോട് ചോദിക്കും, ഇന്ന ആളുടെ റീസ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാൻ പറയും. ഇന്ന ആളുടെ മനസ്സിലായോ? കാരണം അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്യണം ഓരോരുത്തരുടെ റീസ്റ്റേറ്റ്മെന്റ്. അതിൽ മീഡിയേറ്റർ നോട്ട് ചെയ്യുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ നിങ്ങളുടെ റോളിന് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഡയലോഗ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാം. എങ്ങനെ ചെയ്യണം എന്നുള്ള മാത്രം ഈ ഡയലോഗ് ഓർക്കുമ്പോഴാണ് നിങ്ങൾ പോവുക. പക്ഷെ നിങ്ങൾ എപ്പോഴും സ്റ്റേജുകൾ മീഡിയേഷൻ എങ്ങനെ നടക്കുന്നുള്ളത് നോക്കണം. മനസ്സിലായോ? ഓരോ പാർട്ടികൾ പറയുന്നതും അന്വേഷണം നോക്കി വെക്കണം. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ അത് റിഫ്ലക്ഷൻ പറയാൻ പറയും, സമ്മറൈസ് ചെയ്യാൻ പറയും. ഏതെങ്കിലും സ്റ്റേജ് പോയിട്ടുണ്ടെങ്കിൽ ഏതാ സ്റ്റേജ് പോയെന്നേക്കും. പിന്നെ നെഗോഷിയേഷൻ ആൾട്ടർനേറ്റീവ്സ് പറയാൻ പറയും. ഇപ്പം മീഡിയേറ്റർ ഒരു ആൾട്ടർനേറ്റീവ്സ് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം എനിക്ക് നോക്കുമ്പോൾ അതിലും നല്ല ആൾട്ടർനേറ്റീവ്സ് അവിടെ കിടക്കുന്നതാവും. അപ്പം ഞാൻ ചോദിക്കും, ഇനി വേറെ ഏതെങ്കിലും ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ, സോ ആൻഡ് സോ എന്ന് പറയാൻ പറയും. മനസ്സിലായോ? അത് ജനറൽ ആയിട്ടല്ല ചോദിക്കുക, സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക. ഈ ഫാക്ഷൻ സർക്കംസ്റ്റൻസിൽ പാർട്ടീസ് ഇന്ന ആൾട്ടർനേറ്റീവ്സ് പറഞ്ഞു, മീഡിയേറ്റർ ഇന്നെ പറഞ്ഞു അല്ലെങ്കിൽ പറഞ്ഞില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ വേറെ ഏതെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇതിന് വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് സെറ്റിൽ ചെയ്യാൻ പറ്റുമോ എന്ന് പറയും. പിന്നെ അതല്ലെങ്കിൽ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് മീഡിയേറ്റർ ചെയ്ത് കഴിഞ്ഞു, ഞാൻ ചില അപാകതകൾ കണ്ടു, ഇന്ന ആളോട് പറയും, ആ സെറ്റിൽമെന്റ് എഗ്രിമെന്റിൽ എന്തെങ്കിലും അപാകതയുണ്ടോ, ഉണ്ടെങ്കിൽ എന്തായിരുന്നു, അതെങ്ങനെ ക്യൂർ ചെയ്യാം. പറഞ്ഞു മനസ്സിലായോ? ഇങ്ങനെ എല്ലാവരും ഫുള്ളി ഇൻവോൾവ് പ്രോസസ് ആയിരിക്കും. ഒബ്സർവറോടായാലും ശരി, ഒബ്സർവറോട് ചോദിക്കുന്ന ചോദ്യം മീഡിയേറ്ററിന് ഫുള്ള് നടന്നതിൽ ഏതെല്ലാം സ്റ്റേജിൽ എന്തെല്ലാം ഫാൾട്ടുകൾ ഉണ്ടായി, മീഡിയേറ്റർ എന്തെല്ലാം ചെയ്യേണ്ടത് ചെയ്തില്ല, ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു. ഉദാഹരണം പറയാൻ, നമ്മൾ മീഡിയേഷനിൽ എപ്പോഴും എംപതിയാണ്, സിമ്പതി പാടില്ല.
അതായത് ഓരോ കാര്യം അത് ശരിയാണ്, പ്രീ ഡിറ്റർമിനേഷൻ പാടില്ല, നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് എഗ്രിമെന്റ്സ് പാടില്ല മീഡിയേഷൻ, അവർ പറഞ്ഞ ശരി ഇവർ പറഞ്ഞ തെറ്റെന്നുള്ള ഡിസിഷൻ എടുക്കാൻ പാടില്ല ഒരിക്കലും. ന്യൂട്രാലിറ്റിയുടെ ഭാഗമല്ല അത്. അങ്ങനെ പറഞ്ഞാൽ ന്യൂട്രാലിറ്റി പോയി. അത് ശരിയാണെന്ന് നമ്മൾ അറിയാതെ പറഞ്ഞത് ന്യൂട്രാലിറ്റി പോയി. അത് ശരിയായാലും തെറ്റായാലും ഡസൻ മാറ്റർ, നോ ബോദറേഷൻ ഫോർ ദ മീഡിയേറ്റർ. മനസ്സിലായ? ദാറ്റ് ഇസ് ബോദറേഷൻ പാർട്ടിയാണ്. കേൾക്കുമ്പോ അത് ശരിയാണ്, അത് ശരിയാണ്, അങ്ങനെയുള്ള പറഞ്ഞാൽ അതൊക്കെ നെഗറ്റീവ്സ് ആണ്, നിങ്ങളത് ചെയ്യാൻ പാടില്ലാത്ത മീഡിയേറ്റർ. അത്രയും ഉണ്ടായോ? അല്ലെങ്കിൽ അറിയാതെ മറ്റൊരു സർ നമുക്ക് അവരെ കേൾക്കുന്നു എന്നുള്ളൊരു ഇത് കൊടുക്കാലോ, ഓക്കെ ഒക്കെ പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ ഒരു ഇത് കൊടുക്കാലോ, നമ്മൾ അവരെ ആക്റ്റീവ് ലിസൺ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റ്. അത് പറയാം, അതാണ് പറയേണ്ടത്. ഇനി കൂടുതൽ പറയൂ. അല്ലെങ്കിൽ ഇത് പറയാം, നമ്മള് ശരിയെന്ന് പറയില്ല, അപ്പൊ നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയെന്നാണോ പറയുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ നമുക്ക് തല്ല് കിട്ടിയില്ലേ എന്ന് ചോദിക്കരുത്, നമ്മളത് തല്ലി എന്നുള്ള എഗ്രിമെന്റ് ആണ്. അപ്പോ അവരുടെ ബിഹേവിയർ കൊണ്ട് നിങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടിയില്ലേ, മനസ്സിലായോ? അപ്പൊ ആ പാർട്ടിയുടെ കൺസേൺസ് നമ്മൾ മനസ്സിലാക്കുക ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിന്റെ ആക്ഷൻ നമ്മളെ എഗ്രി വയ്ക്കാനും പാടില്ല. അതല്ലേ പറയോ, അപ്പുറത്തിരിക്കുന്ന ആളും അടിച്ചു എന്നല്ലേ പറയുന്നേ ഭർത്താവ്, അല്ലെങ്കിൽ പീഡനം ഉണ്ടായി എന്നല്ലേ പറഞ്ഞു, അല്ലെങ്കിൽ ഭാര്യ മാനസിക പീഡനം ഉണ്ടാക്കി ഭർത്താവിനും പറയാലോ. അപ്പൊ നിങ്ങൾ വി ആർ സെപ്പറേറ്റിംഗ് പേഴ്സൺ ഫ്രം പ്രോബ്ലം, അതാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നു, യു സഫേർഡ് ദിസ്, അതേ പറയുന്നുള്ളൂ. യു സഫേർഡ് ദിസ് ഡ്യൂ ടു ഹിസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ യു ആർ എഗ്രിങ് വിത്ത് ഹിസ് ആക്ഷൻ, അല്ലെങ്കിൽ എഗ്രിങ് വിത്ത് ദി അതർ പേഴ്സൺ, ദി അതർ സ്പീക്കേഴ്സ് സ്റ്റേറ്റ്മെന്റ്. അത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടില്ല, അപ്പം ന്യൂട്രാലിറ്റി പോയി, അതുകൊണ്ട് എഗ്രിമെന്റ് ഇല്ല. അപ്പൊ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഏരിയ ആണ്. നിങ്ങൾ അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടി എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് മറ്റ് ഹെൽപ്പുകൾ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്, നിങ്ങൾക്ക് സാമ്പത്തികമായി ഇപ്പൊ ഭർത്താവ് പൈസ തരുന്നില്ല, നോർമലി ഇല്ല, ദൂർത്തനാണ്, സാലറി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവിന് വിടാം. കാരണം ഇവിടെ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക സ്ട്രിഞ്ചൻസി വരാണ്. അപ്പൊ നമ്മൾ അതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ട പൈസ കയ്യിൽ കിട്ടുന്നില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാവുന്നുണ്ട് അല്ലേ, ആ രീതിയിൽ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന ആ ഇഷ്യൂ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത്. ചർച്ച ചെയ്യുന്ന ആ കൺസേൺ ആണ് നമ്മൾ റിഫ്ലക്ഷനിലൂടെ കാണിക്കുന്നത്. റിഫ്ലക്ഷൻ വരേണ്ടത് ഒരാൾ ഹാർഡ്ഷിപ്പോ മറ്റോ സഫറിങ്സോ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിന് ഇഗ്നോർ ചെയ്യുന്നുള്ള തോന്നലുണ്ടാവും, പാർട്ടിക്ക് ഒരു റാപ്പോ വരില്ല, മറ്റേ റാപ്പോ വരും, ദിസ് ഇസ് എ സേഫ് പ്ലേസ് ഫോർ മീ ടു ഡിസ്കസ് മൈ കൺസേൺ എന്നുള്ള വന്നു കഴിഞ്ഞാൽ he or she will be open and he will be more cooperative, you can give alternatives, she may easily accept it, otherwise അവരങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല, എന്ത് പറഞ്ഞാലും അത് വേണ്ട എന്നുള്ള രീതിയിൽ വരും. മനസ്സിലായോ? അപ്പൊ അതാണ് അതിന്റെ സംഗതി. അപ്പൊ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തുടക്കത്തിലൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് റിഫ്ലക്ഷൻ വളരെ ഭംഗിയായി ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ ആവുന്നത് അത് ചെയ്യണം എന്നില്ല, എന്നാലും അപ്പൊ ആ ബുദ്ധിമുട്ടായില്ല. അപ്പൊ നിങ്ങൾക്ക് രാത്രി പ്രോപ്പറായി, ഇപ്പൊ ഭർത്താവ് വൈകി വരുന്നു, പിന്നെ എനിക്ക് വാതിൽ തുറന്നു കൊടുക്കണം, എൻ്റെ ഉറക്കം പോകുന്നു, പിന്നെ ഞാൻ നേരത്തോടെ എന്താണ് എനിക്ക് പ്രോപ്പർ ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ വരുമ്പോ അപ്പൊ നമുക്ക് ഭർത്താവ് വൈകി വരുന്നത് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത് ആ ഭർത്താവിന്റെ വൈകി വരലും അങ്ങോട്ട് മാറ്റാം. അപ്പൊ നിങ്ങൾക്ക് രാത്രി പ്രോപ്പറായി ഉറക്കം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു കൺസേൺ ആണ് അല്ലേ എന്ന് പറഞ്ഞൂടെ? മനസ്സിലായ? ഈ രീതിയിലാണ് നമ്മൾ സെപ്പറേറ്റിംഗ് പേഴ്സൺസ് ഫ്രോം പ്രോബ്ലം എന്നുള്ള ടെക്നിക്സ് എടുക്കുന്നത്. അറ്റ് ദി സെയിം ടൈം അവരെ കൺസേൺ ആണ്, ഷീ ഈസ് നോട്ട് ഗെറ്റിംഗ് ഗുഡ് സ്ലീപ്പ് ഓർ കണ്ടിന്യൂസ് സ്ലീപ്പ്, she is not getting adequate amount for managing the personal affairs, he is not taking care ആണ്. അപ്പോൾ ഞങ്ങൾക്ക് വസ്ത്രം വരുന്നില്ല, ഞങ്ങളുടെ കാര്യം നോക്കില്ല, അപ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ കെയർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായ? അപ്പൊ നിങ്ങൾക്ക് വസ്ത്രം ഇല്ല അല്ലേ എന്നെടുത്ത് പറയണ്ട, ഞങ്ങൾക്ക് അപ്പോൾ നിങ്ങളെ സിനിമയ്ക്ക് കൊണ്ടുപോകണില്ല അല്ലേ അത് പറയണ്ട. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എന്റർടൈൻമെന്റ് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ എന്നറിയാം. ഈ രീതിയിലുള്ളൊരു രീതിയാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്, അതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. റിഫ്ലക്ഷൻ ഒരു വലിയ ഫീൽഡാണ്. റിഫ്ലക്ഷൻ നിങ്ങൾ ചെയ്യാനും പറ്റണം, അറ്റ് ദി സെയിം ടൈം ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യണം, there shall not be any agreement. മനസ്സിലായ? അതാണ് ആ ഫീൽഡിൻ്റെ. അപ്പൊ അത് ചെയ്യാൻ പറയും. അപ്പൊ ഞാൻ ചില പറയും റീസ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ റിഫ്ലക്ഷൻ വേണ്ട ഭാഗങ്ങൾ ഉണ്ടായിരുന്നു, മീഡിയേറ്റർ ചെയ്ത് കാണിച്ചില്ല, സോ ആൻഡ് സോ can you do that റീസ്റ്റേറ്റ്മെന്റ് വിത്ത് റിഫ്ലക്ഷൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് കാണിക്കണം. മനസ്സിലായോ? ഈ രീതിയിലാണ് നമ്മൾ വാല്യുവേഷൻ നടത്തുന്നത്, റോൾ പ്ലേ സിമുലേഷൻ പർപ്പസിൽ കേട്ടോ. അപ്പൊ ഇതുള്ള, അല്ലാണ്ട് നിങ്ങളുടെ റോളിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഓഫ് കോഴ്സ് അത് വേണം, കാരണം അത് പ്രോപ്പർ ആയി മാത്രമാണ്. അല്ല സാർ, ഇപ്പൊ 7 പേരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ
4 പേര് ചെയ്താലും ബാക്കി 3 പേരോട് സാറ് ഏതെങ്കിലും രീതിയിൽ അതുമായിട്ട് ഒന്നും വേണ്ട. അപ്പൊ നിങ്ങൾ വെറുതെ ടീമിൽ ഉണ്ടായാൽ മതി. കണക്ട് ചെയ്യിപ്പിക്കും. അവിടെ അല്ല, നിങ്ങൾക്ക് വേറെ ഓക്കെ സാർ. റോൾ മാത്രം കൊടുത്താൽ മതി, സംസാരിക്കണം എന്നില്ല. ഇപ്പോ 2 ബ്രദേഴ്സ് ആണ്, പക്ഷെ ഒരു ബ്രദർ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? കാരണം അവർക്ക് എന്തായാലും ഇവാലുവേഷൻ റോൾ ഞാൻ കൊടുക്കും. ഞാൻ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. കാരണം എനിക്ക് എല്ലാവരോടും ചോദിച്ചാൽ എനിക്ക് അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരാൾ വെറുതെ എനിക്ക് അസസ് ചെയ്ത് മാർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ രീതിയിൽ അവർക്കൊക്കെ ചോദ്യങ്ങൾ വരും. ഏതെങ്കിലും ഈ 5 സ്റ്റേജിൽ ഏതെങ്കിലും ഒന്ന് അവരുടെ കയ്യിൽ വരും. മനസ്സിലായ? ഒബ്സർവർ സംബന്ധിച്ച് ഈ 5 സ്റ്റേജും ഒബ്സർവ് ചെയ്യണം. ഒബ്സർവർക്ക് എന്തെങ്കിലും ഭാഗം പറ്റിക്കഴിഞ്ഞാൽ അടുത്ത ആളോട് ചോദിക്കും, ഒബ്സർവർ വിട്ടുപോയ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ കണ്ടുപിടിച്ചായിട്ടുള്ളത്. പറഞ്ഞു മനസ്സിലായ? ഇങ്ങനെ ഒബ്സർവർ ആണ്, നിങ്ങൾ മീഡിയേറ്റർ ആണ്. ഈ 2 റോളും എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഓക്കെ ഓക്കെ സർ. ബാക്കി സർ, ആ നെഗോഷിയേഷൻ എന്നുള്ളൊരു ടെക്നിക്ക് അത് ആർക്കോ ചോദിക്കണം എന്നുണ്ട്, പക്ഷെ മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ ഒന്നും കൂടി ബ്രീഫ് ആയിട്ട് സർ? ആരാണെന്നും വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്ക്? നോക്കൂ. മഞ്ജു ആണ്. മഞ്ജുവിനെ പക്ഷെ അത് മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നെഗോഷിയേഷനിൽ എന്താണ് വേണ്ടത്, ഏത് പോർഷൻ ആണ്, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് നെഗോഷിയേഷൻ എന്നാണോ പറയുന്നത്? നെഗോഷിയേഷൻ എന്താണെന്ന് അറിയില്ല എന്നാണോ? എന്താണെന്ന് വ്യക്തമാക്കുന്നത് മെസ്സേജ് ഒന്ന് വായിച്ചു നോക്കിയാൽ. അല്ലെങ്കിൽ എന്താണ് നെഗോഷിയേഷൻ എന്ന് അറിയാത്താണോ എന്ന് ചോദിക്കുന്നത്. നെഗോഷിയേഷൻ എന്താണെന്നൊന്ന് പറയാവോ എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഓക്കെ, നെഗോഷിയേഷൻ എന്ന് വെച്ചാല് നമ്മൾ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ പാർട്ടീസിന്റെ കൺസേൺസ് ആണ് നമ്മൾ നെയിം ചെയ്ത അജണ്ട എന്ന് പറയുന്നത്. അതിൽ ഇഷ്യൂ നമ്മൾ നെയിം ചെയ്യുന്നുണ്ട്. ഇഷ്യൂം അതിലൊരു അജണ്ട തന്നെ ആയിരിക്കും. മനസ്സിലായ? അത് ഈ വാട്ട് എന്നുള്ളത്, വാട്ട് ഇൻ ദി നെഗോഷിയേഷൻ ഇസ് ഇഷ്യൂ. മനസ്സിലായ? ഈ കൺസേൺസ് ഓരോന്നും ഉദാഹരണം പറയാം. നമ്മൾ അജണ്ട സെറ്റ് ചെയ്തു, എങ്ങനെയാ നെയിം ചെയ്യണം ഓരോന്നും. ഒരു ഇഷ്യൂ സ്ലീപ്പാണ് ഒരു ഇഷ്യൂ. ഗുഡ് സ്ലീപ്പ് കിട്ടാത്ത നമുക്ക് സ്ലീപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നെ ഫൈനാൻസ് ആണ്, അല്ലെങ്കിൽ മണിയാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ ഇങ്കാണ് പ്രോബ്ലം, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ഭാര്യ ദൂർത്ത് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ചിലപ്പോൾ കേസിൽ. അല്ലെങ്കിൽ ഭർത്താവ് ദൂർത്തനാണ്, കിട്ടുന്ന സാലറി അങ്ങവർക്ക് വെള്ളം അടിക്കാനാ, ചീട്ട് കളിക്കാനാ, ടൂർ പോകാനാ, അങ്ങനെ ഭക്ഷണം കഴിക്കാൻ തരുന്നത്. അപ്പൊ അതാവാം. അപ്പൊ നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം, ഇൻകം എന്ന് പറയാം. ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. എന്നിട്ട് ഈ നെയിം ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പൊ സെക്യൂരിറ്റി പറയാം, സേഫ്റ്റി പറയാം, കെയർ പറയാം, ലവ് പറയാം, എഫെക്ഷൻ അത് പറയാം. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് നമ്മുടെ കൺസേണിനെ ചെയ്യുന്നത്. ഈ കൺസേൺസിൽ നിന്നാണല്ലോ നമ്മൾ ആ മെയിൻ ഇഷ്യൂ ഇവിടെ ചോദിച്ചത്. ഇപ്പൊ ഡൈവോഴ്സ് ആണ് മെയിൻ ഇഷ്യൂ എങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കും. അതിന് പറയുന്നത് ഇതൊക്കെ ആയിരിക്കും. പീഡനങ്ങളായിരിക്കാം, സ്നേഹമില്ല, അല്ലെങ്കിൽ മറ്റ് വിധത്തിലായിരിക്കാം, അല്ലെങ്കിൽ മെഡിക്കൽ റീസൺസ് ആയിരിക്കാം. മനസ്സിലായ? അപ്പൊ അതിന് ജസ്റ്റ് അത് കൺസേൺ ചെയ്ത് നമ്മൾ അത് ഡിസ്കസ് ചെയ്യും, അതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് റെസ്ട്രേഷൻ ആയല്ലോ. ഒരു റീസൺ അതാണെങ്കിൽ അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഇഷ്യൂ പോയില്ലേ. അത് ഡിസ്കസ് ചെയ്ത് അതിനെന്ത് റെമഡി വേണമെന്ന് തീരുമാനിക്കുന്ന ആ സ്റ്റേജിനെയാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയാം, ലേബർ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ സാലറി ആണ് പ്രോബ്ലം, ഇൻക്രിമെന്റ് ആവണമെന്ന് വയ്ക്കാം, അല്ലെങ്കിൽ പെർക്വിസിറ്റ്സ് ആയിരിക്കാം. മനസ്സിലായ? അല്ലെങ്കിൽ ബോണസ് ആയിരിക്കാം. ജസ്റ്റ് നമ്മൾ ബോണസ്, പെർക്വിസിറ്റ്സ്, ഇൻക്രിമെന്റ്, ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൽ നമ്മൾ അജണ്ട ഏറ്റെടുക്കുക, നെയിം ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ സാലറി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് ഓഫ് ദി സാലറി, അല്ലെങ്കിൽ അരിയർ ഇൻ ദി സാലറി, അല്ലെങ്കിൽ കട്ട് ഇൻ ദി സാലറി. മനസ്സിലായ? ലീവ് സാലറി, സറണ്ടർ, അങ്ങനെ പല ഹെഡിങ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഇവിടെ എന്താ പ്രോബ്ലം? സാലറി ഞങ്ങൾക്ക് പ്രോപ്പറായി കിട്ടുന്നില്ല, അല്ലെങ്കിൽ സാലറി ചില മാസങ്ങളിൽ ഇത്തിരി നേരം വൈകി വന്നു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ സാലറി കട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ 2 കൂട്ടർക്ക് ഒരേ ജോലിക്ക് 2 വിധത്തിൽ സാലറി കൊടുക്കുന്നതാണെങ്കിൽ നിൽക്കിയാൽ, അപ്പം അത് പരിഹരിക്കാനുള്ള ആ ചർച്ചയാണ് ആക്ച്വലി നെഗോഷിയേഷൻ. സാലറി കട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്യും. ഈ 2 സ്റ്റാൻഡ് ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടാവുന്നത്. അല്ലെ സാലറി ഈ മാസം കൊടുത്തില്ല,
അത് ചിലപ്പോൾ പറയും അത് അടുത്ത മാസം തരാമെന്ന് പറയും, അതല്ലെങ്കിൽ പറയും ഈ മാസം നിങ്ങൾ വർക്കിന് വന്നില്ല, വർക്ക് ഉണ്ടായില്ല അതുകൊണ്ടാന്ന് പറയാം. അപ്പം അത് ആ സൊല്യൂഷൻ ഒരാളെ സംബന്ധിച്ച് സാലറി വേണം, മറ്റൊരു സംബന്ധിച്ച് സാലറി കൊടുക്കൂല എന്നുള്ളതാവാം, അല്ലെങ്കിൽ ഡെഫേർഡ് ആയിരിക്കാം. അത് കൊടുക്കാം, പക്ഷെ ഞങ്ങളത് ഒറ്റയടിക്ക് കൊടുക്കൂല, ഞങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളത് സ്പ്ലിറ്റ് ചെയ്ത് 10 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വരുന്ന സാലറിയോടൊപ്പം കൊടുക്കാം. അങ്ങനെ അതിൽ ആ ഒരു ഇഷ്യൂവിൽ തീരുമാനം എടുക്കുന്ന ആ പ്രോസസ്സാണ് ഇവിടെ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത്. മനസ്സിലായ? ആ ഗ്രിവൻസ് സോൾവ് ചെയ്യാൻ വേണ്ട കണ്ടീഷൻസ് കണ്ടുപിടിക്കുക. ആ കണ്ടീഷൻസ് കണ്ടുപിടിക്കുമ്പോൾ രണ്ട് പാർട്ടിയും സാറ്റിസ്ഫൈ ആവുന്ന ആ ഒരു പ്രോസസ്സിനാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായ? അതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല. നെഗോഷിയേറ്റ് ചെയ്യുക, ആ ഇഷ്യൂ സൊല്യൂഷൻ, ആ ഇഷ്യൂ, ആ പ്രോബ്ലം നെഗോഷിയേറ്റ് ചെയ്ത് തീർക്കുക, അതാണ് നെഗോഷിയേഷൻ. എല്ലാതും മെയിൻ്റെനൻസ് പാർട്ടീസ് അല്ലെങ്കിൽ മീഡിയേറ്ററിനും ഇത് പറയാലോ അല്ലെ, അതും നെഗോഷിയേഷനിൽ വരത്തില്ലേ? നോർമലി അതുകൊണ്ടാണ് നമ്മൾ ഡെഫിനേഷൻ ഞാൻ എന്നും പാലിക്കുന്നു പറയുന്നത്. ഡെഫിനേഷനിൽ പാർട്ടീസാണ് നെഗോഷിയേഷൻ രണ്ടിലും. ഹെൽപ്പിംഗ് ദി പാർട്ടി, 2 or more നെഗോഷിയേറ്റിംഗ് പാർട്ടി എന്നാണ് രണ്ട് ഡെഫിനേഷനിലും കാണുന്നത്. കാരണം ഇവിടെ നെഗോഷിയേറ്റർ പാർട്ടി മാത്രമാണ്, വോളണ്ടറി പ്രോസസ്സാണ്. ദേ ആർ റിസോൾവിങ് ദെയർ ഡിസ്പ്യൂട്ട് ബൈ ടേക്കിംഗ് ദെയർ ഓൺ ഡിസിഷൻ. മനസ്സിലായ? മീഡിയേറ്റർ എപ്പോഴാണ് പറയുന്നത്? ഇഫ് ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു settle the dispute by themselves, by considering the facts and facts narrated by both parties, mediator may suggest alternatives. Parties can accept it or reject it. ആ വളണ്ടർനെസ് ആണ്, ഫോഴ്സ് ഇല്ലാതിരിക്കാൻ. അപ്പോൾ അവിടെ ജസ്റ്റ് മീഡിയേറ്റർ വരുന്നത് ജസ്റ്റ് ലാസ്റ്റ് ആണ്. മീഡിയേറ്റർ ഒരിക്കലും നെഗോഷിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നില്ല. സജഷൻ നെഗോഷിയേഷനിൽ അവർ എന്താണ് നേടേണ്ടത് അതിന്റെ ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നോർമലി നെഗോഷിയേഷൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് നെഗോഷിയേഷന് പാർട്ടീസാണ് നെഗോഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. മീഡിയേഷനിൽ പാർട്ടീസ് നെഗോഷിയേറ്റ്, അതല്ലെങ്കിൽ നെഗോഷിയേഷൻ എന്ന് മാത്രം പറഞ്ഞു വരുന്നതുണ്ട്. നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷനിലെ നെഗോഷിയേഷൻസ് ഉണ്ട്, അവിടെ പാർട്ടീസിന് വേണ്ടിയിട്ട് ഇപ്പൊ മീഡിയേറ്റർ വരുന്നവർ നെഗോഷിയേറ്റർ വരാം. ഉദാഹരണം പറയാം, വലിയ ബിസിനസ് ട്രാൻസാക്ഷൻസ്, ഏജൻസി, ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അത് നെഗോഷിയേറ്റ് ചെയ്ത് വേണം എടുക്കണമെങ്കിൽ. നിങ്ങളുടെ ഏജൻസി അത് ഞങ്ങൾ എടുത്തോളാം, ഞങ്ങൾക്ക് ഇത്ര ശതമാനം നിങ്ങളുടെ സെയിലിൻ്റെ വേണം, അല്ലെങ്കിൽ ഇത്ര ശതമാനം തരുള്ളൂ, ഇത്ര തരില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നെഗോഷിയേറ്റ് എടുക്കാൻ അത് വേറൊരു ഫീൽഡാണ്. അപ്പോൾ ഈ കമ്പനിയുടെ പ്രതിനിധികൾ രണ്ടാൾ നെഗോഷിയേറ്ററായിട്ട് വരും, എന്നിട്ട് അവർ അന്യോന്യം നെഗോഷിയേറ്റ് ചെയ്യാണ്. അതിന് വേറെ ടാക്ടീസുകളൊക്കെ വെച്ചിട്ടാണ്, അതൊരു വേറെ ഫീൽഡാണ് കേട്ടോ നെഗോഷിയേഷൻ. അതാണ് നിങ്ങൾ കാണുന്ന നെഗോഷിയേഷൻ, ഒരു ബിസിനസ് ഡീലിൻ്റെ നെഗോഷിയേഷൻ. അവിടെ കുറേ ടാക്ടീസൊക്കെ ഉപയോഗിച്ച് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പല വിധത്തിലാണ് ഇത് വരുന്നത്. അവിടെ നെഗോഷിയേറ്റർ ഏജന്റാണ്. പക്ഷെ ബാക്കിയുള്ളിടത്ത് മീഡിയേഷൻ നോർമലി പാർട്ടീസ് ദംസെൽസ് ആർ ദി നെഗോഷിയേറ്റേഴ്സ്. മീഡിയേറ്റർ ഇസ് ഓൺലി. സാർ അപ്പോ നമ്മൾ പഠിച്ച നെഗോഷിയേഷൻ സ്റ്റൈൽസ് ഇല്ലേ സാർ, അക്കോമഡേറ്റിംഗ്, അതൊക്കെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടതല്ലേ ഈ നെഗോഷിയേഷനിൽ? അതെ, മൈവേ, അത് നോക്കിക്കൊണ്ടാണ് മീഡിയേറ്റർ സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. ഇത് ഈ നെഗോഷിയേഷൻ എങ്ങനെ പാർട്ടിയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത്. ബ്രെയിൻ സ്റ്റോമിംഗ് ഉള്ള കാര്യങ്ങളൊക്കെ നെഗോഷിയേഷൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മീഡിയേറ്റർ ചെയ്യുന്ന പരിപാടിയാണ്. അതൊക്കെ ഹെൽപ്പിംഗ് പ്രോസസ്സാണ് മീഡിയേറ്ററുടെ. ബ്രെയിൻ സ്റ്റോമിങ്, മനസ്സിലായ, ഫോക്കസിലുള്ള കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നെഗോഷിയേഷൻ സ്റ്റൈൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മീഡിയേറ്റർക്ക് അത് ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റുള്ളൂ. ഇയാൾ ഇങ്ങനെയാണ്, മൈവേക്കാരനാണ്, ഇയാൾ പറഞ്ഞ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈവേ ആയി ഇത് സെറ്റിലായില്ലെങ്കിൽ എന്തോ, ഈ കേസിൽ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ദോഷമുണ്ട്, ഇങ്ങനെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല, അങ്ങനെയുള്ള ബ്രെയിൻ സ്റ്റോമിങ് നടത്തുന്നത് സ്ട്രാറ്റജി നോക്കിക്കൊണ്ട് മാത്രമാണ്. നെഗോഷിയേഷൻ സ്റ്റൈല് മീഡിയേറ്റർ അങ്ങനെയാണ് തീരുമാനിക്കുക. അതാണ് അതിന്റെ സയൻസ്. മനസ്സിലായ? അത് മീഡിയേറ്റർക്ക് അത് മനസ്സിലാക്കുന്ന മീഡിയേറ്റർ സ്ട്രാറ്റജി അറിയാനും അതനുസരിച്ച് പാർട്ടീസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് മീഡിയേറ്റർക്ക് ഡയറക്റ്റ് നെഗോഷിയേഷന് വേണ്ടിയിട്ടല്ല. അതറിഞ്ഞെങ്കിൽ മാത്രമാണ് പാർട്ടീസിനെ ഈ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേ പാർട്ടിക്ക് പറ്റില്ലല്ലോ ബ്രെയിൻ സ്റ്റോമിങ്. ആ സ്റ്റൈൽ രണ്ടു കൂട്ടരും മറ്റവരറിഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും ചെയ്യാനില്ല. പക്ഷെ ആ സ്റ്റൈൽ മീഡിയേറ്റർ അറിയേണ്ട റീസൺ ഇതാണ്, മീഡിയേറ്റർക്ക് മറ്റേ പാർട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടു കൂട്ടരെയും
ഒരു പ്രത്യേക സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരുന്നില്ല, എപ്പോഴല്ലേ സൊല്യൂഷൻ വരുള്ളൂ. അങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നെഗോഷിയേഷൻ ഹെൽപ്പ് ചെയ്യുന്നത് അതാണ്. മീഡിയേറ്ററെ കോൺട്രിബ്യൂട്ടർ സ്കില്ലൊക്കെ അതാണ്. ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യുക, ബ്രെയിൻ സ്റ്റോമിങ് ചെയ്ത് ഒരു പരുവപ്പെടുത്തിയിരിക്കുക. ഫെസിലിറ്റേറ്റർ എന്ന് പറയും. നിലം നന്നായി ഉഴുതു മറിച്ച് പാകപ്പെടുത്തിയതിന് ശേഷം നമ്മൾ വിത്തിട്ടാലേ മുളയ്ക്കുള്ളൂ. മനസ്സിലായ? വെറും പാടത്ത് പോയി വിത്തെറിഞ്ഞാൽ മുളയ്ക്കില്ല, അല്ലെങ്കിൽ അത് വല്ല ഇതുകളൊക്കെ കൊത്തിക്കൊണ്ടുപോകും. എന്താണ് അപ്പോൾ നന്നായി ഉഴുത് മണ്ണൊക്കെ ആയി കഴിഞ്ഞിട്ട് വിത്തിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുളച്ചു വരും. അങ്ങനെയുള്ള ഫെസിലിറ്റേഷൻ ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ബ്രെയിൻ സ്റ്റോമിങ്. പാർട്ടികളെ പാകപ്പെടുത്താണ്. നിങ്ങൾ ഇതിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനം എടുക്കലായിരിക്കും നല്ലത്. വെറുതെ അടമൻസി പിടിച്ചിട്ട് കാര്യമില്ല. മനസ്സിലായ? ഗുണങ്ങളും ദോഷങ്ങളും പറയാം, പക്ഷെ അതിനും പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ നിയമങ്ങളൊന്നും അധികം പറയാതിരിക്കരുത്, പറയാൻ പാടില്ല എന്ന് പറയാം. പക്ഷേ ഇവാലുവേറ്റീവ് മീഡിയേഷൻ എന്നിട്ടൊരു ബ്രാഞ്ച് ഉണ്ട്. ഫെസിലിറ്റേറ്റീവ് മീഡിയേഷൻ മാതിരി ഇവാലുവേറ്റീവ് മീഡിയേഷൻ ഉണ്ട്. മീഡിയേഷനും പല ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ ഇവാലുവേറ്റീവ് മീഡിയേഷൻ ആണെങ്കിൽ കുറച്ച് പറയാം, ഇതിൻ്റെ നിയമങ്ങൾ ഉണ്ട്. അത് അത്രയും ശക്തമായ, അല്ലെങ്കിൽ നോർമലി കോട്ടൺ മീഡിയേഷനിൽ പറയാൻ പാടില്ല ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ, ഇപ്പം നിലവിലുള്ള നിയമപ്രകാരം ഇങ്ങനെയാണ്, മറ്റു കാര്യങ്ങളാണ്, നിങ്ങളുടെ കേസിൽ ഇന്ന കാര്യമുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയാണ്. അത് വളരെ അപൂർവമായിട്ട് ചെയ്യണം. വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്, കാരണം ഓപ്പോസിറ്റ് വക്കീലിനെ ബാധിക്കുന്നതാണത്. അപ്പോൾ എൻ്റെ വക്കീൽ പറഞ്ഞത് എന്നോട് തെറ്റായി പറഞ്ഞു എന്നാണോ മീഡിയേറ്റർ പറഞ്ഞതെന്നൊരു തോന്നൽ പാർട്ടിക്കുണ്ടാവും. അപ്പോൾ അത് നോർമലി കോട്ടൺ മീഡിയേഷൻ, ഇവാലുവേറ്റീവ് മീഡിയേഷൻ കോട്ടൺ മീഡിയേഷൻ ചെയ്യലില്ല. കാരണം ദാറ്റ് വിൽ എഫക്ട് ദി ക്രെഡിബിലിറ്റി ഓഫ് ദി ലോയർ, അല്ലെങ്കിൽ പാർട്ടിക്ക് അപ്പോൾ എൻ്റെ വക്കീൽ വേറെ ഇതാണല്ലോ പറഞ്ഞത് എന്നുള്ള തോന്നലുണ്ടാക്കും. അതൊക്കെ പിന്നെ മീഡിയേഷനിൽ വേറെ കോൺഫ്ലിക്റ്റിംഗ് ഇൻട്രസ്റ്റിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് നെഗോഷിയേഷൻ. അപ്പോൾ നെഗോഷിയേഷൻ എന്ന് വെച്ചാൽ എപ്പോഴും പാർട്ടീസ് തന്നെയാണെന്ന് വിചാരിക്കുക. മീഡിയേറ്റർ ബ്രെയിൻ സ്റ്റോമിങ് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹെൽപ്പ് ചെയ്യാനായിട്ട് നല്ല സ്കിൽ ഉപയോഗിക്കുന്നതിന് ഇൻഡയറക്റ്റ് സ്കില്ലുകൾ അതാണ് ചെയ്യുന്നത്. ആൾട്ടർനേറ്റീവ് നല്ല ആൾട്ടർനേറ്റീവ്സ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയായാലും ആവാം, ഇന്ന രീതിയിലായാലും അതാവാം. മനസ്സിലായ? ഇപ്പോൾ റിട്ടേൺ ഓഫ് മണിയാണെന്ന് വയ്ക്കുക, അയാളതിൽ തരാനില്ലെങ്കിൽ മീഡിയേറ്റർ പറയാം അയാൾക്ക് വേറെ പ്രോപ്പർട്ടീസ് ഉണ്ടോ, അതല്ലെങ്കിൽ മറ്റു വിധത്തിലുണ്ടോ, അയാൾക്ക് വേറെ ബിസിനസ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ എന്നാൽ അയാൾക്ക് സ്ഥാപനമെങ്കിൽ അതിലൊരു ജോലി ചോദിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. മനസ്സിലായ? അങ്ങനെ ഇവർ കാണാത്ത മേഖലകൾ എന്തെല്ലാം സൊല്യൂഷൻസ് ഉണ്ടോ അതുകൂടി കാണിച്ചു കൊടുക്കുകയോ ചെയ്യുന്നതാണ് ആ ഹെൽപ്പിംഗ് ദി നെഗോഷിയേഷൻ എന്ന് പറഞ്ഞത്. ഫെസിലിറ്റേഷൻ എന്ന് പറഞ്ഞാലും അതാണ്. അവർക്ക് അങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു നിലം ഉഴുതു കൊടുക്കുകയാണ്, നല്ല രീതിയിൽ എങ്ങനെ ചർച്ചകൾ നടത്തി അവരെ സൊല്യൂഷൻസ് ഉണ്ടാക്കാം എന്നുള്ളത്. അതാണ് ആ ഫെസിലിറ്റേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് മീഡിയേഷൻ എന്ന് പറയാൻ കാരണം. രണ്ടു കൂട്ടരിന് സഹകരണത്തോടു കൂടിയിട്ട് ഒരു സെറ്റിൽമെന്റ് എത്തുന്ന രീതി. ഓക്കെ, എനിത്തിങ് എൽസ്? ഇപ്പം എത്ര ആളിന് 38 ആളുണ്ടോ? നിങ്ങൾ 60 ആളില്ലേ? സാർ 60 പേരുണ്ട്. എന്താ രാജനൊന്നും സംസാരിക്കുന്നില്ലല്ലോ? രാജൻ ഇത് ഓൺ ചെയ്തിട്ട് പോയോ? ഇല്ല സാറേ, ഞാൻ വീഡിയോ ഓൺ ചെയ്തൊന്ന് കാണട്ടെ. അയ്യോ, അതാണ് പ്രശ്നം. അപ്പൊ വേണ്ട, അയ്യോ എന്ന് പറഞ്ഞപ്പോ ഇല്ല സാറേ. പിന്നെ ഞാൻ എന്നാ നിർത്താണ്. മാഡം കേറിയിട്ടില്ലേ? ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ മാഡം? അവർക്ക് പ്രോബ്ലത്തിന്റെ ഡയറക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു. എങ്ങനെ ചെയ്യണം എന്താന്നുള്ളത് അത് നമുക്ക് അങ്ങനെ എന്ത് പറ്റിയത്? വിട്ടുപോയതാവും അല്ലേ? അത് ഞാൻ വിട്ടുപോയതാ. ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ കോളേജിൽ. ആണല്ലേ? അപ്പോ നെക്സ്റ്റ് ക്ലാസ് നമുക്ക് റോൾ പ്ലേ സിമുലേഷൻ അല്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ആ സപ്ലി ഉള്ള 2 ഗ്രൂപ്പ് ഇന്ന് പ്രോബ്ലം സെറ്റിൽ ആക്കണം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പൊ അവര് അങ്ങനെ പറഞ്ഞിരുന്നു സർ. മാം അങ്ങനെ 2 ഗ്രൂപ്പുകാർ ചെയ്യണം, പ്രോബ്ലം കണ്ടുപിടിച്ച് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്ലി ഉള്ള കുട്ടികൾ ചെയ്യണം. ഇപ്പൊ സാറിന് എന്തോ ലെങ്തി ആയിട്ട് ക്ലാസ് ഉണ്ട്, അതിന്റെ ഇടയിലോ അല്ലെ അത് കഴിഞ്ഞിട്ടോ അത് ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിലും റെഡി ആയിട്ട് ഫസ്റ്റ് അവതരിപ്പിച്ചാലും കുഴപ്പമില്ല കേട്ടോ. വേറെ ആരെങ്കിലും ചെയ്യട്ടെ എന്നോ?
വേറെ ആരും ചെയ്തില്ല. നമ്മള് ഗ്രൂപ്പ് മാർക്ക് ചെയ്യേണ്ടത് ഇന്ന ഗ്രൂപ്പാന്ന് മാത്രമേ വിചാരിക്കുള്ളൂ, അതുള്ളൂ. അല്ലാണ്ട് ആ ഓർഡറിൽ പോകണമെന്നില്ല. റെഡി ആയവരോട് നമുക്ക് ചെയ്തു പോകും. അല്ലെങ്കിൽ ടൈം സേവ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പലരും പരീക്ഷ വന്ന് പെട്ടുപോകും. ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ അലീന പ്രോബ്ലം റെഡി ആയിരുന്നില്ലേ? അലീനയുടെ പ്രോബ്ലം മാം പ്രോബ്ലം റെഡിയാണ് മാം. പക്ഷേ ട്യൂസ്ഡേ ഞങ്ങൾക്ക് ഡ്രാഫ്റ്റിംഗിന്റെ വൈവ ഞങ്ങൾക്ക് ഫസ്റ്റ് ബാച്ചിനുണ്ടെന്ന് തോന്നുന്നു മാം. ആണോ? അറിയില്ല മാം, ലിസ്റ്റ് ഇട്ടിട്ടില്ല. അല്ല അതങ്ങ് കഴിയില്ലേ കാലത്ത്, ഇത് വൈകിട്ടല്ലേ? എപ്പോഴാ ടൈമിംഗ് എങ്ങനെയാന്ന് അറിയില്ല. ഓൺലൈൻ ആയിരിക്കും എന്നാണ് ഇന്ന് മാമിനെ കണ്ടപ്പോ പറഞ്ഞത്. ടൈമിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല മാം. ഓൺലൈൻ, പക്ഷേ വേറെ ഏതോ സബ്ജക്റ്റിന്റെ സാർ ഓൺലൈൻ സമ്മതിച്ചിട്ടില്ല. ആണല്ലേ? അത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മാം. പ്രിയങ്കയോട് അല്ല, പ്രിയങ്ക മാം അല്ല, ഡ്രാഫ്റ്റിംഗ് രജിത മിസ് ആണ്. എന്നാ ഞങ്ങൾ തുടങ്ങിക്കോളാം മാം. ആ മാം, ഞങ്ങൾ എന്നാ ട്യൂസ്ഡേ തുടങ്ങിക്കോളാം. അതിന് സപ്ലി ഉള്ളവരില്ലേ? നിങ്ങളുടെ ഗ്രൂപ്പിൽ സപ്ലി ഉള്ളവരുണ്ടോ? ഇത് ഡ്രാഫ്റ്റിംഗിന്റെ ആണോ മാം, വൈവയുടെ ആണോ? അല്ല, ഈ അലീനയുടെ ഗ്രൂപ്പിനകത്ത് സപ്ലി ഉള്ള എന്റെ ഗ്രൂപ്പിൽ സപ്ലി ഉള്ളവരുണ്ട് മാം, ഉണ്ട്. ഞാനും അബാനും മാത്രമാണെന്ന് തോന്നുന്നു, ബാക്കി ഉള്ളവരാണെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ചെയ്ത അവർക്ക് ആ എക്സാമിന് മുമ്പ് അവരുടെ പറയണമെങ്കിൽ കഴിയില്ലേ? ആ മാം, ചെയ്യാം ട്യൂസ്ഡേ മാം ചെയ്യാം മാം. അപ്പൊ അടുത്ത ഗ്രൂപ്പ് ഗീവറിന്റെ ഗ്രൂപ്പ് പ്രോബ്ലം ഇല്ലേ? വേറൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആരെങ്കിലും ഉണ്ടോ ആ ഗ്രൂപ്പില്? ഞാനിപ്പോ ബുക്ക് നോക്കിയിട്ട് പറയാം. ഗീവർ റെഡി ആയില്ലെന്ന് പറഞ്ഞു മാം. റെഡി ആയിട്ടില്ലെന്നാ പറഞ്ഞത് മാം. ഫസ്റ്റ് ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ആണോ? എന്നാ വേറെ ആരെങ്കിലും ഒരു പ്രോബ്ലം ശരിയാക്കി അവർക്ക് തേഴ്സ്ഡേ ചെയ്യാമല്ലോ അടുത്ത ആഴ്ച. ഞാൻ ഒരു കാര്യം, ഞാൻ ബുക്ക് ഡയറിയിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ ഗ്രൂപ്പ് ഒന്ന്. എന്നെ സംബന്ധിച്ച് തലേദിവസം അതൊന്ന് ആരൊക്കെയാണ് ടീം എന്ന് മാത്രമേ എനിക്കറിയണ്ടൂ കേട്ടോ. അപ്പൊ അത് എന്ത് ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ അന്നത്തെ ദിവസങ്ങളിലൊന്ന് ലിസ്റ്റ് കിട്ടേ വേണ്ട, പേരുകൾ മാത്രം. നിങ്ങൾ അന്യോന്യം എന്ന് അഡ്ജസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അല്ല, പ്രോബ്ലം കൺഫേം ആക്കണ്ടേ? സാറിന്റെ അടുത്ത് ചോദിച്ച് കൺഫേം ആക്കണ്ടേ പ്രോബ്ലം? നോർമലി അത് ഈ ഒരുവിധം മറ്റേ ഇത് നോട്ട് ഫിറ്റ് ഫോർ മീഡിയേഷൻ അല്ലാത്ത എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമില്ല. സർ, ഞങ്ങളുടെ മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് ആണ് സർ. അതൊന്നും കുഴപ്പമില്ല. രണ്ടുപേരും വർക്കിംഗ് ആണ്. മെയിന്റനൻസ് ആണ് മെയിൻ ഇഷ്യൂ. ചൈൽഡ് കസ്റ്റഡി ഉണ്ട്. അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ നോക്കുമ്പോൾ അതിന്റെ 1 മണിക്കൂർ അയാൾക്ക് നിങ്ങൾക്ക് തരുന്ന സമയം കേട്ടാ. ബാക്കി 1 മണിക്കൂർ 1 മണിക്കൂർ 1:10. അപ്പൊ അതിലൊരു സെറ്റിൽമെന്റ് എഗ്രിമെന്റ് പോലും എഴുതാനുള്ള രീതിയിൽ വേണം. അല്ലാണ്ട് വല്ലാണ്ട് കോംപ്ലിക്കേറ്റ് പ്രോബ്ലംസ് എടുക്കരുത്. 1:10 കഴിഞ്ഞ് ഇവാലുവേഷൻ ഡിസ്കഷൻ ആണ് കേട്ടോ. സർ, നമുക്ക് 2 പാർട്ടീസിനും എത്ര ടൈമാ സർ നമ്മൾ അലോട്ട് ചെയ്യേണ്ടത് സംസാരിക്കാനായിട്ട്? അതിപ്പോ 20 മിനിറ്റ്സ് കൂടുതൽ കുറവായാലും വേണ്ടില്ല. നിങ്ങൾ ആ ബ്രീഫ് ആയിട്ടുള്ള കാര്യത്തിൽ പോയാൽ നിങ്ങൾ നേരത്തോടെ കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവാലുവേഷൻ നമ്മൾ കൂടുതൽ ടൈം എടുക്കുന്നത്, മനസ്സിലായോ? 1 മണിക്കൂറല്ല, 50 മിനിറ്റ് കൊണ്ട് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം കൂടുതൽ വരുന്നു മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തീർന്നാൽ കുഴപ്പമൊന്നുമില്ല. അതിൽ അപാകത ഉണ്ടെങ്കിൽ അത് ആവുന്നതും ഒരു ഗ്രൂപ്പ് ആയിരിക്കും സാർ വരുന്നത്. ഒരു ദിവസം ഒരു ഗ്രൂപ്പുള്ള. അതിപ്പോ സാറ് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു, പിന്നെ അതിന്റെ ഡിസ്കഷൻ വെച്ചാല് അതാണ് ഇവാലുവേഷൻ. അവിടെ ആയിരിക്കും സാർ അതിന്റെ പോരായ്മകളൊക്കെ പറയുന്നത്. അപ്പൊ അല്ല, അതില് പോരായ്മ വേണമെങ്കിൽ അവസാനം പറയാം. പക്ഷെ ഞാൻ പിന്നെ അത് ഓരോ ഭാഗങ്ങളും അവതരിപ്പിക്കാനും അല്ലെങ്കിൽ പോരായ്മകൾ അവർ ഒബ്സർവർ അവരൊക്കെയാണ് പറയുന്നത്, മനസ്സിലായ? അല്ലെങ്കിൽ പോരായ്മ കണ്ടു കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് ഭാഗം എന്താണെന്ന് ചോദിക്കുക. ആ രീതിയിലുള്ള ഇവാലുവേഷൻ ആണ് നടത്തുന്നത്. അത് 1-2 ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് ഏകദേശം ഒരു ഗൈഡ് ലൈൻ അവർക്ക് കൊടുത്തു. ഞാൻ മാഡം വരുന്നതിന് മുന്നേ ഇന്ന രീതിയാണ് ഞാൻ ചെയ്യാന്നുള്ളത്. പറഞ്ഞു കൊടുത്തു. കാരണം എല്ലാവരും 2 റോള്, അവരുടെ അസൈൻഡ് റോള് പ്ലസ് മീഡിയേറ്റർ ഒബ്സർവർ റോള് എല്ലാവരും റെഡി ആയിരിക്കണം. അത് ഏത് സ്റ്റേജിൽ വേണമെങ്കിലും ഞാൻ ചെയ്യിക്കും. ഇവാലുവേഷനിൽ അതാണ് ചെയ്യുന്നത്. പിന്നെ 5 സ്റ്റേജസ് ഉണ്ടല്ലോ, അതിൽ ഏതെങ്കിലും സ്റ്റേജ് ആരോടെങ്കിലും പറയാം. പിന്നെ പ്ലസ് ഡെഫിനിഷൻസ് കമ്പൽസറി ആയിട്ട് എല്ലാവരോടും ചോദിക്കും. കാണാണ്ട് പറയാൻ പറ്റാത്തവരാണെങ്കിൽ ഗ്രൂപ്പിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തിരി കഴിഞ്ഞാൽ ഞാൻ അതാണ്ട് അയച്ചിടാം കേട്ടോ. സാറ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണോ? കഴിഞ്ഞു.
നമ്മൾ ഇന്ന് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് മാത്രം ഉണ്ടായില്ല, മറ്റോ കവർ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഇന്ന് കൂടുതൽ എടുക്കുന്ന പറഞ്ഞത് എന്റെ വിചാരം ഇന്ന് കൂടുതലുണ്ടോ? ഇല്ല, അപ്പൊ ബാക്കിയൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, അപ്പൊ എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കവർ ചെയ്തിട്ടുണ്ടാ? ഇവിടെ ഫാസ്റ്റ് ആയിട്ടാ പോയത്. അതാണ് കാരണം നമുക്ക് ആ മറ്റേ ടിങ്കർ ഇഷ്യൂല് മീഡിയേഷൻ സ്ട്രാറ്റജീസ് മുഴുവൻ പെട്ടെന്ന് അങ്ങോട്ട് തീർക്കാൻ പറ്റി. അല്ലെങ്കിൽ അത് 2 ക്ലാസ് ഒക്കെ എടുക്കുന്ന സാധനമായിരുന്നു അത്. അവിടെ സാറെന്നെ തട്ടിക്കളഞ്ഞതല്ലേ. ടൈം സേവ് ആയി അവിടെ. ഓക്കെ താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മളിന്ന് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഇനി ഈ ടൈം നിങ്ങൾ ഞാൻ പോയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്ത് പ്രോബ്ലം ഒക്കെ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് റെഡി ആക്കിക്കോ എല്ലാവരും അന്വേഷിച്ചിട്ടൊക്കെ. ബാക്കിയുള്ള ടൈം എല്ലാ ഗ്രൂപ്പുകളും അങ്ങനെയാണെങ്കിൽ എല്ലാ ഗ്രൂപ്പുകളും പ്രോബ്ലം റെഡിയാക്കാൻ പറയൂ. അതിപ്പോ ഗീവറിനായാലും എല്ലാ ഗ്രൂപ്പും റെഡിയാക്കാൻ പറയും. ഇപ്പൊ തന്നെ നിങ്ങൾ വേണമെങ്കിൽ വേറെ ചാറ്റിംഗ് അല്ലെ, വേറെ സൈറ്റ് ചാറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ തന്നെ റെഡി ആക്കാം. 1 hour അത് ഡിസ്കസ് ചെയ്ത് അത് വേണമെങ്കിൽ ഒന്ന് കൺഫേം ആക്കാം. ഇന്ന് തന്നെ ഫൈനലൈസ് ചെയ്തോ, അതായിരിക്കും നല്ലത്. സുബിത ഉണ്ടോ? മാം കേൾക്കുന്നുണ്ട് മാം. പറയാം മാം, ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ പറയാം. എല്ലാ ഗ്രൂപ്പും ആ പ്രോബ്ലം ഇന്ന് തന്നെ ഫൈനലൈസ് ചെയ്തോ പറഞ്ഞു കേട്ടോ. ഓക്കെ സാർ, ഇന്ന് തന്നെ സെൻഡ് ചെയ്യാൻ പറയാം. ട്യൂസ്ഡേ അലീനയുടെ ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് തേഴ്സ്ഡേ അടുത്ത ഗ്രൂപ്പ്. അതിപ്പോ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഞാൻ ഗീവറിന്റെ ഗ്രൂപ്പ് തന്നെയാണ് മാം നല്ലത്. സപ്ലി ഉള്ള ഗ്രൂപ്പ് അതാണ്. സപ്ലൈ ഉള്ളത്. അപ്പൊ അവർക്ക് വ്യാഴാഴ്ച അവർ ചെയ്തേ പറ്റുള്ളൂ പ്രോബ്ലം കണ്ടുപിടിച്ച്. ഇൻ കേസ് നിങ്ങൾ ഇല്ലെങ്കിൽ 2-3 പ്രോബ്ലം ഉള്ളവരെ ഇതിൽ നിന്ന് വാങ്ങി നിങ്ങൾ ഷെയർ ചെയ്തോ. ചിലര് ടീമിൽ 3-4 പ്രോബ്ലം ഒക്കെ ഓരോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ സപ്ലൈ ചെയ്യാൻ പറയൂ. കൂടുതൽ പ്രോബ്ലം ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഷെയർ ചെയ്താൽ മതി. ഷെയർ ചെയ്തോ കേട്ടോ. പ്രോബ്ലംസ് ആണ് പേഴ്സണലി സെൻഡ് ചെയ്താൽ മതിയല്ലോ, ഗ്രൂപ്പിൽ ഇടണ്ടല്ലോ മാം. വേണ്ടല്ലോ സാർ. അത് സാറ് പറഞ്ഞ പോലെ ഒരു ഡിസ്പ്യൂട്ട് മീഡിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് എടുക്കാം. അത് അതാത് ദിവസങ്ങളിൽ ഡിസ്പ്യൂട്ട് പ്ലസ് പാർട്ടീസിന്റെ വെച്ച് ഇങ്ങോട്ട് അയച്ചാൽ മതി. അപ്പൊ ചെയ്യുന്നത് ഞാൻ തലേ ദിവസം ഇടണോ? എന്താ വേണ്ടേ സാറിന്? ആ ഗ്രൂപ്പ് നമ്മള് അല്ല, അത് അന്നിട്ടാ മതി, രാവിലെ ഇട്ടാ മതി. കാരണം നമ്മൾ വൈകിട്ടല്ല എന്തായാലും ചെയ്യുന്നത് കേട്ടോ. കാരണം അവര് അങ്ങനത്തെ കൂടെ അഡ്ജസ്റ്റ്മെന്റ് ഇപ്പൊ വേണ്ട ടൈം ആണല്ലോ ഒരു തന്നെ അന്യോന്യം. ഇപ്പൊ തലേദിവസം ഇട്ടത് വേണ്ട, പിറ്റേ ദിവസത്തേക്ക് റെഡി ആവണം. കാരണം അന്ന് ഫുൾ പാർട്ട് ഒരാളെങ്കിലും വന്നില്ലെങ്കിൽ പിന്നെ പ്രശ്നം അവർക്ക്. അപ്പൊ അന്നത്തെ ദിവസം അറിയാൻ പറ്റുള്ളൂ. ആ രീതി ചെയ്താൽ മതി. ഓക്കെ, യൂട്ടിലൈസ് ചെയ്തോ ബാക്കി ടൈം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു. സമയം കണ്ടോ പ്രോബ്ലം ആക്കിക്കോളും. ഓക്കെ മാം, ഇപ്പൊ തന്നെ ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആക്ക്, എങ്ങനെയാന്ന് വെച്ചാ. ആ മാം, എല്ലാവരും ഗ്രൂപ്പ് ആയിട്ടുണ്ട് മാം. അതാത് ഗ്രൂപ്പുകാരൊക്കെ അതാത് ഗ്രൂപ്പുകാർ ചെയ്തിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനെ വിളിച്ച് ചെയ്തോളൂ. ഓക്കെ. എന്റെ ഗ്രൂപ്പിലുള്ളവരുടെ പേരറിയാവുന്നേ ഉള്ളൂ, ഞങ്ങൾ അന്വേഷണം ഡിസ്കസ് ചെയ്തിട്ടില്ല. അതിപ്പോ ചെയ്യാം. ഇപ്പൊ 1 hour അല്ലേ? സംസാരിക്കാം. ശരി, താങ്ക് യു മാം. താങ്ക് യു.